ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. ഫുഡ് കഴിക്കൽ വ്ളോഗല്ല. നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് പറഞ്ഞു തുടങ്ങിയെന്നുള്ളൂ. ഞാൻ വർക്കൊക്കെ കഴിഞ്ഞു വന്നു, ഇവളും കുറച്ച് വർക്ക്സ് ഉണ്ടായിരുന്നു, അതൊക്കെ അവളും തീർത്തു. ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങാന്ന് വിചാരിച്ചിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മള് 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരു ചെറിയൊരു കടമ്പ കടന്നു. അതെ, ബാക്കിയുള്ളവരെ സംബന്ധിച്ച് ചെറുതാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചൊരു വലിയ മൈൽ സ്റ്റോൺ ആണ്. നമ്മള് ബിഗിനേഴ്സ് ആണ് അല്ലേ? അപ്പം താങ്ക്സ് ടു എവ്രി വൺ ഫോർ സപ്പോർട്ടിങ് അസ്. അപ്പം കീപ് സപ്പോർട്ടിങ് അസ് ഫോർ എൻറ്റയർ യൂട്യൂബ് ജേണി. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആവുന്ന സമയത്ത് നമ്മൾ എല്ലാ സ്ഥലത്തും ഇൻസ്റ്റയിലും എല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങളെ സപ്പോർട്ട് അവിടെയും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. സോ അപ്പൊ നമ്മളെ വി പ്രോമിസ്ഡ്, നമ്മൾ പ്രോമിസ് ചെയ്ത പോലെ നമ്മുടെ ലവ് സ്റ്റോറിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇൻട്രോ ഭയങ്കര ലെങ്തി ആവുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് അല്ലെ? നമ്മള് രണ്ടുപേരും നല്ല ഹാപ്പിയാണ്. ഇവിടെ വരെ സപ്പോർട്ട് ചെയ്ത് ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അതെ, അപ്പൊ നമ്മള് കൂടുതൽ ചെറിയൊരു സന്തോഷം അല്ലേ? അതെ, നമ്മുടെ ചെറിയൊരു ഹാപ്പിയസ്റ്റ് മൊമെന്റില് നിങ്ങൾക്ക് കൂടെ ഒരു സന്തോഷം തരുന്ന രീതിയിൽ നമ്മുടെ ലവ് സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ട് നമ്മൾ പറയാന്ന് വിചാരിച്ചിട്ടാണ്. സോ ഇൻട്രോ ഓൾറെഡി ഭയങ്കര ഹെൽത്തി ആയി. സോ വെൽക്കം മറി, വെൽക്കം ബാക്ക് ടു ദ യെറ്റ് അനദർ വീഡിയോ ഓഫ് അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം. ഇത് ഇവിടെ ഉണ്ടാക്കിയ എന്താണ് ഇതിന്റെ പേര്? ഗോബി മഞ്ചൂരിയൻ പറയാൻ പറ്റില്ല. കോളിഫ്ലവറും പിന്നെ വേണമെങ്കിൽ കോളിഫ്ലവർ പെപ്പർ റോസ്റ്റ് ഇടാൻ വേണമെങ്കിൽ. അപ്പം ആ ഒരു സാധനം കഴിച്ച് പോമഗ്രാനറ്റ് ഒക്കെ ഇരിക്കുന്നുണ്ട്, ഹെൽത്തിയർ ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ നമുക്ക് കഴിച്ചിട്ട് നമുക്ക് ബാലൻസ് വീഡിയോയിലേക്ക് പോകാം. Let's get into the topic. Love story part 2. കുറച്ച് വീഡിയോന്റെ ഭാഗം നമ്മൾ കഴിഞ്ഞ തവണ ഒരു PSC എക്സാമിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. PSC എക്സാം മീൻസ് ഇവള് PSC എക്സാം ചെയ്യാൻ പോയപ്പോ ഉണ്ടായ വീഡിയോ. അപ്പൊ ആ വീഡിയോന്റെ ബാക്കി എഡിറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ലവ് സ്റ്റോറി കൂടെ പറയാം. അതെ, നല്ല മഴയുണ്ട് ഗൈസ്. ഇപ്പൊ അത്യാവശ്യം നല്ല മഴയുണ്ട്. ഇവിടെ കേരളത്തിലെ കാലാവസ്ഥ ഇപ്പൊ എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ, അത്യാവശ്യം എല്ലാ സ്ഥലത്തും മഴയില്ല. അപ്പൊ നമുക്ക് ഏതായാലും മുന്നേ പറഞ്ഞ് നിർത്തിയോടത്ത് വെച്ച് തന്നെ തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മള് 1 മിനിറ്റ് ഇത് പിടിച്ചേ. ഗൈസ്, നമുക്ക് ഇവിടെ മരത്തില് റംബൂട്ടാൻ ഉണ്ടായിട്ടുണ്ടല്ലോ. നമുക്ക് സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞിട്ട്, നമ്മുടെ ലവ് സ്റ്റോറി പാർട്ട് 2 പറഞ്ഞു കഴിഞ്ഞിട്ട് കാണിച്ചു തരില്ല വീട്ടിലേക്ക് വന്നാൽ. അപ്പൊ നമ്മുടെ പാർട്ട് 2 ലവ് സ്റ്റോറിയിലേക്ക് കിടക്കാം. പാർട്ട് 2 നമ്മൾ പാർട്ട് 1 എൻഡ് ചെയ്തത് ഞാൻ ഇവളുടെ വീട്ടിൽ ചെന്നു, പെണ്ണ് ചോദിച്ചിട്ട് വീട്ടിൽ നോർമലി ഉണ്ടാവുന്ന സാധനങ്ങളല്ലേ. അവളുടെ വലിയ എന്താ പറയാ, ഭയങ്കരമായിട്ട് അവര് എന്നെ സ്വീകരിച്ചോ ചോദിച്ചു കഴിഞ്ഞാല് അറിയാത്ത ഒരാളെ പെട്ടെന്ന് എന്റെ മോള് ഒരാളെ ഇഷ്ടപ്പെടുന്ന പറഞ്ഞിട്ട് ഒരാളെ വീട്ടിൽ പുറത്തുള്ള അല്ലെങ്കിൽ ഭയങ്കര മോഡേൺ കൾച്ചറൊക്കെ ഫോളോ ചെയ്യുന്ന ആരെങ്കിലും കണ്ട മേ ബി അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അല്ലാത്ത കേരളത്തിലുള്ള എത്ര നല്ല ഫാമിലി ആയാലും അവര് ചോദിച്ചിന് അല്ലെങ്കിൽ ഒരു സംശയത്തോടു കൂടിയേ നോക്കുള്ളൂ. ഇവള് സെലക്ട് ചെയ്തതാണ് എന്നുള്ള വെച്ചാൽ ഇവരുടെ സെലക്ഷൻ എങ്ങനെ ഇരിക്കും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ദേ ആർ നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. സോ അപ്പം ആ ഒരു കൺഫ്യൂഷൻ അവരിലും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവിടെ എത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാന് എന്റെ സൈഡ് ഞാൻ ഓക്കെ വെച്ചാൽ എന്റെ കൺസേൺസ് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ച് സമയം വേണമായിരുന്നു വീടിന്റെ കാര്യങ്ങൾ സെറ്റാക്കാനും. പിന്നെ ഞാനൊന്ന് സ്റ്റേബിളായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ജോലിയൊക്കെ സെറ്റായി ഒന്ന് സ്റ്റേബിളായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴൊന്നും മാരേജ് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. ഞാന് ഈ ഒരു സംഭവം നടക്കുന്നത് 2022 നടക്കുന്നത്. അപ്പൊ ആ സമയത്തൊന്നല്ല നമ്മൾ പ്ലാൻ ചെയ്തത് 2-3 വർഷം 2025 സത്യം പറഞ്ഞാൽ സംഭവം എന്താ വെച്ചാല് എനിക്ക് വീട്ടിൽ പറയാനുള്ള ധൈര്യം ഇല്ല. അച്ഛനും അമ്മയൊക്കെ ഒരുപാട് ക്ലോസ് ആണ്, ബ്രദർ ഓൾമോസ്റ്റ് ക്ലോസ് ആണ്. പക്ഷെ നമുക്ക് എന്തോ ഈ ഒരു കാര്യം അങ്ങനെ അങ്ങോട്ട് ബാക്കിയുള്ളവരൊക്കെ ബാക്കിയുള്ളവരെ മക്കളൊക്കെ പ്രേമിച്ചാലൊക്കെ അവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആവും. പക്ഷെ സ്വന്തം മക്കൾ പ്രേമിച്ചാലൊന്നും ആരെങ്കിലും സപ്പോർട്ട് ചെയ്യും അങ്ങനെ. അപ്പൊ ഞാനങ്ങനെ എങ്ങനത് പറയാ, അച്ഛനമ്മയൊക്കെ അത്രയും ക്ലോസ് ആണ്, ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് എങ്ങനെ ഇത് പറയുന്നുള്ളത്.
എല്ലാ കേരളത്തിലെ ആൾക്കാരും കണ്ടിട്ട് പാരന്റ്സ് ഭയങ്കര മോഡേൺ സംഭവങ്ങളൊക്കെ പറയും, ഭയങ്കര ആധുനിക ചിന്താഗതിക്കാരാന്ന് പറയും. പക്ഷെ സ്വന്തം മക്കളെ കാര്യം വരുമ്പോ അതാവില്ല. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് മേ ബി അവർ ഡൗട്ട്ഫുൾ ആയിരിക്കും. കുറെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ കേൾക്കുന്നതല്ലേ, ഇത്ര ട്രസ്റ്റോട് കൂടി കെട്ടിച്ചയക്കുന്ന, ആരെ ട്രസ്റ്റ് ചെയ്യണം, എങ്ങനെ ട്രസ്റ്റ് ചെയ്യണം, എന്ത് വെച്ച് ട്രസ്റ്റ് ചെയ്യണം, അങ്ങനത്തെ കാര്യം എല്ലാവർക്കും ഡൗട്ട്ഫുൾ. അറേഞ്ച്ഡ് മാരേജിൽ തന്നെ പല രീതിയിലും കൊളാപ്സ് ആവുന്നുണ്ട്. സോ അപ്പം ഇവളൊരാളെ ചൂസ് ചെയ്തു, അതും ഒരു ലവ് മാരേജ്, അത് അറിയാത്ത, അവരെ സംബന്ധിച്ച് തീരെ അറിയാത്ത ഒരാള്, അങ്ങനെയൊക്കെ വരുമ്പോ അവര് ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരിക്കും. അപ്പം ആ ഒരു സംഭവം അവരെ ഫേസിലും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്റെ സൈഡിൽ നിന്ന് ഡെലിവർ ചെയ്യേണ്ട ഒരു മെസ്സേജ് എന്റെ സൈഡിൽ നിന്ന് എങ്ങനെയാണോ കൺവേ ചെയ്യേണ്ടത് അത് ഞാൻ കൺവേ ചെയ്തു. ഞാൻ വെച്ചാല് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എനിക്ക് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇവളാണെങ്കിലും ഓക്കെ നമ്മൾ പറഞ്ഞു എന്നുള്ള ഇതിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നീടാണ് കഥ ആരംഭിച്ചത്. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അവിടെ വീട്ടിൽ ചെന്ന് കയറിയ സിറ്റുവേഷൻ, അവളുടെ അച്ഛനില്ലായിരുന്നു, അമ്മയും ബ്രദറും മാത്രമേ ഉള്ളൂ. അത് ഒന്നാമത്. രണ്ടാമത് ഇവള് അതിന്റെ മുന്നേ അവിടെ ഒരു ഹിന്ദു അച്ഛനോ അമ്മയോ ആയിട്ടോ ഒരു ഹിന്ദു കൊടുത്തില്ല. ജസ്റ്റ് ഞാൻ വരുന്നതിന് 10 മിനിറ്റ് മുന്നെയാണ് കാര്യങ്ങൾ എങ്ങനെ ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ കാണാൻ വരുന്നുണ്ട്, എനിക്ക് അറിയുന്ന ആളാണ്, ഞങ്ങള് കുറച്ച് റിലേഷൻഷിപ്പ് ഉണ്ട്. അത് എത്ര സമയം മുന്നേ ഞാൻ വരുന്നതിന്റെ 10 മിനിറ്റ് മുന്നേ പറഞ്ഞത്. അപ്പൊ തന്നെ അമ്മേന്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ആര് എവിടുന്ന ആരാ എന്താന്ന് വെച്ചാല് അവര് പെട്ടെന്ന് ഷോക്ക് ആയിട്ടുണ്ടാവും. കാരണം അച്ഛനും ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി അച്ഛൻ്റെ അടുത്ത് പറയാത്തോണ്ട് അച്ഛൻ അവിടെ ആക്ച്വലി അവിടെ അച്ഛൻ ഉണ്ടായിരുന്നു, അന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ആള് പുറത്തു പോയത്. അപ്പൊ ഞാനിപ്പോ എങ്ങനെ ഇപ്പൊ ആളവിടെ പിടിച്ചു നിർത്തുക? അപ്പോഴും പോലും ആ ഒരു ഇവ വരുന്ന തൊട്ട് നിമിഷം മുന്നത്തെ നിമിഷം ഇവിടുന്ന് ഇവിടെ വീട്ടിലേക്ക് ഒരു 1.5 മണിക്കൂർ യാത്ര ഉണ്ട്. അപ്പൊ ആ ഒരു സമയത്തിനിടയ്ക്ക് കോടതിയിൽ എന്തോ ഒരു അത്യാവശ്യം വന്നിട്ട് അച്ഛന് കോടതി പോകേണ്ടി വന്നു. ഒരു സിനിമാറ്റിക് സ്റ്റൈലിൽ. അങ്ങനെ പിന്നെ ഞാൻ പോസ്റ്റ് അടിച്ച് കുറച്ചേരം വെയിറ്റ് ചെയ്തു. പക്ഷെ അച്ഛൻ വരുന്നില്ലാണ്ടതൊക്കെ അവിടെ കയറി കാര്യം പറയാന്നുള്ള ഒരു പർപ്പസ് ഫുൾഫിൽ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ കാര്യങ്ങൾ കൺവേ ചെയ്യുക. പിന്നെയും ഒരു തവണയും കൂടെ ട്രൈ ചെയ്ത് അപ്പത്തേക്ക് ചിലപ്പോ വേറെന്താ അവര് വേറെ പല രീതിയിൽ ഒരു അനുമാനിച്ചാലോ അല്ലെങ്കിൽ ഞാൻ വരുന്നതിനെ ഒരു പ്രിവെന്റ് ചെയ്യുന്ന നോക്കിയാലോ പെണ്ണ് കാണാൻ വന്നതോ അല്ലെങ്കിൽ തന്നെ കല്യാണം നടത്തണം അങ്ങനെയൊന്നും വിചാരിച്ചു വന്നല്ല. നമ്മളിത് കാര്യം കൺവിൻസ് ചെയ്യാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അപ്പൊ അതിനെപ്പറ്റി സംസാരിക്കാൻ ഡിസ്കസ് ചെയ്യാനാണ് വന്നത്. അതിനെപ്പറ്റി കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടാണ്. പക്ഷെ അവര് തെറ്റിദ്ധരിച്ചു. അതെ. അപ്പൊ നമ്മള് രണ്ടുപേരും ഉള്ളിലുണ്ടായിരുന്ന ഉദ്ദേശം ശുദ്ധമായിരുന്നു. നമുക്ക് പാരന്റ്സിന്റെ അടുത്ത് കാര്യങ്ങൾ അറിയിക്കണം. സമയമായി, ഏകദേശം ഒരു ഡിഗ്രി കഴിഞ്ഞ് BBA LLB ഇവിടെ കംപ്ലീറ്റ് ചെയ്ത സമയമായി. അപ്പൊ എനിക്ക് ഇവർക്ക് എൻറോൾമെന്റ് കൂടെ ഉള്ളു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ആലോചന വരും. മറ്റുള്ള ആണുങ്ങളെ മുമ്പിൽ ഇവിടെ പോയി തല കുനിച്ച് നിക്കണ്ടല്ലോ. പിന്നെ അവരെയും പിന്നെ വിഡികളൊക്കെ ഇല്ലേ ചെയ്തു. കാരണം ഇത്രയും കാലം അത് ഹൈഡ് ചെയ്ത് വെച്ചത് തെറ്റ്. പിന്നെയും നമ്മൾ അവരിനിപ്പോ ഒരു ആലോചന അതറിയാതെ നമുക്കൊരു ആലോചന ഉണ്ടെന്ന് നമ്മൾ അവരെ അറിയിക്കാതെ ഇങ്ങനെ കൂടുതൽ എക്സ്പെക്ടേഷൻസ് കൊടുക്കണ്ടല്ലോ, കൂടുതൽ ഡ്രീംസ് ഇതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മള്. അതെ. അപ്പൊ നമ്മള് അത്രയും നാള് പറയാതെ വെച്ചിരുന്നതും ഈ ഒരു കറക്റ്റ് സിറ്റുവേഷൻ വരുമ്പോ പറയാനുള്ള രീതിയിലായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ മുമ്പ് കാണുന്നതല്ല. വെച്ചാല് വീട്ടിലേക്ക് പെണ്ണ് കാണാൻ ഒരാള് വരും, ആ പറയാത്ത ഒരാളെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഭാഗത്തും തെറ്റുണ്ട്, എന്റെ ഭാഗത്തുണ്ട്. ഞാൻ അവനെ ഒരിക്കലും തെറ്റുകയില്ല. കാരണം ഞാനാണ് അവനെ പുഷ് ചെയ്ത് നീ പറഞ്ഞു എനിക്ക് പേടിയാ പറയാന്. പറഞ്ഞ വീട്ടിൽ എന്തായാലും ഭൂകമ്പം ഉണ്ടാവും, അപ്പോഴത്തെ ഒരു ചൂടുണ്ടാവും, അപ്പോഴത്തെ ഒരു പൊട്ടിത്തെറിയും ചീത്ത പറച്ചിലും ഒരാഴ്ച അങ്ങനെ ആയിരിക്കും. ഞാനിതിനു മുന്നേ പ്രേമിച്ചില്ല. പക്ഷെ ഇത് എന്താ നീയും പ്രേമിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം നമ്മൾ ആ ഒരു കാര്യം അറിയുന്ന സമയത്ത് പൊട്ടിത്തെറി ഉണ്ടാവും എന്നുള്ളത്. ഒരാഴ്ചക്ക് 2 ആഴ്ച ഫുള്ള് ഷോക്കായിരിക്കും വീട്ടില് അറിഞ്ഞ പാടെ. അപ്പൊ എനിക്ക് അതുകൊണ്ട് പേടി. കാരണം ഇത് അത്രയും സീരിയസ് ആക്കി നമ്മള് ഒരു മാരേജിലേക്ക് എത്തിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അത് എങ്ങനെ ഇപ്പൊ വീട്ടുകാരെ കൺവിൻസ് ചെയ്യാന്നുള്ളതായി. അപ്പൊ ആ ഒരു പാർട്ട് ഇവളെ സൈഡിൽ നിന്നുണ്ടായ വീഴ്ച എന്ന് പറയാൻ പറ്റില്ല, ഇവക്കുണ്ടായ പേടി. അതായത് നമ്മളാരും ഇതിൽ എക്സ്പേർട്ട് ഒന്നല്ല, നമ്മള് ഇത് ഭയങ്കര പ്രയർ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊന്നല്ല. ഞാനൊരു ബുദ്ധിമോശം കാണിച്ചു പോയി എനിക്ക് തോന്നി. എന്ത് നമ്മളത് ഓപ്പൺ ആയിട്ട് പറയായിരുന്നു. എന്നോട് അധികം ആൾക്കാരും പറഞ്ഞു അച്ഛൻ എന്തോ ഒരു ഫ്രണ്ട്ലിയാ, അമ്മ എന്തോ ഒരു ഫ്രണ്ട്ലിയാ, ബ്രദറ് എല്ലാരും അവരുണ്ടാവും. കാരണം ഈ ഒരു മാറ്ററിൽ എന്തായാലും അച്ഛനമ്മ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ സമ്മതിക്കൂല. അപ്പൊ ഞാൻ എന്താ വെച്ചാല് ഇതിന്റെ അടുത്ത് കൂടെ പോയി എന്താ അത് പുഴേന്റെ സൈഡിൽ കൂടെ നമ്മൾ പോയത്. അതില് വ്യൂ ഉണ്ടെങ്കിൽ കേട്ടോ.
അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് ആ ഒരു പ്രയർ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടും ഇവൾക്ക് ആ ഒരു പേടിയുള്ളത് കൊണ്ടും ഇനി എങ്ങനെയായിരിക്കും റിയാക്ഷൻ എന്ന് അറിയാത്തതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഇവള് അങ്ങനെ ഇതാക്കാതെ. പിന്നെ എനിക്ക് വെച്ച് കഴിഞ്ഞാല് ഞാൻ അവളെക്കാൾ കുറച്ചുകൂടെ മെച്ചുവേർഡാണ്, കുറച്ചുകൂടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടെ എനിക്ക് അറിയാം എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവക്ക് ഞാൻ പറഞ്ഞ പേടി അവിടുന്ന് തല്ലോ പിടിയോ അങ്ങനത്തെ കരച്ചിലും പിടിച്ചില്ല അതൊക്കെ എനിക്ക് കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ എന്റെ സൈഡിൽ നിന്ന് എനിക്ക് ഇനീഷ്യേറ്റീവ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ എന്ന് ഞാനും അങ്ങനെ ചിന്തിച്ചു. അപ്പൊ ഞാൻ അവർക്ക് ജസ്റ്റ് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ടേക്കാൻ പറഞ്ഞോളൂ 10 മിനിറ്റ് പറയും ചെയ്തു. അങ്ങനെ പിന്നെ ഞാൻ അവിടെ എത്തി കാര്യം പറഞ്ഞു. അപ്പൊ അത്രയും കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. ഞാനും വിചാരിച്ചു ഇനി വലിയ കുഴപ്പമുണ്ടാവില്ല, കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുള്ള ആ ഒരു ടൈം പീരീഡേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ വിചാരിച്ചത്. പിന്നെ ഞാൻ അവിടുന്ന് വീട്ടിലെത്തി, വീട്ടുകാരുടെ അടുത്ത് ഞാൻ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്, എന്റെ വീട്ടുകാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു. അപ്പൊ അവരും പറഞ്ഞു ഇങ്ങനെ അവരെന്ത് വിചാരിച്ചിരുന്നോ അങ്ങനെ അങ്ങനെയൊക്കെ ഒരു പറഞ്ഞു. ഞാൻ എന്ത് വിചാരിക്കാനാ, ഞാനും വീട്ടുകാരെ കൂട്ടാതല്ലേ ഒറ്റയ്ക്ക്. അപ്പൊ എന്ത് സംഭവം എന്താ വെച്ചാല് ഫസ്റ്റ് ഓഫ് ഓൾ ഇവൻ പറഞ്ഞതിന് ശേഷം ഇത് ഓക്കെ ആവുമല്ലോ എന്ന് നോക്കിയിട്ട് ഓക്കെ ആണ് വീട്ടുകാരൊക്കെ വിളിച്ചിട്ട് വരാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വീട്ടുകാരൊക്കെ പിന്നീട് വന്നിട്ട് ഇതാക്കാന്നുള്ള പെണ്ണ് കാണാന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് ഞാൻ വീട്ടുകാരെയൊന്നും കൂട്ടാതെ ഒരു അനാഥ പിള്ളേര് പോലെ പോയി എന്നുള്ളതൊക്കെ അതിന് ഒരു നെഗറ്റീവായിട്ട് കണ്ടിട്ടുണ്ടാവുക. പിന്നെ അച്ഛനില്ലായിരുന്നു ആ സമയത്ത്, ഇവിടെ ഞാൻ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അച്ഛൻ നമ്മളതൊന്നും ചിന്തിക്കില്ല. പക്ഷെ ചുറ്റുള്ള നാട്ടുകാരും വിചാരിച്ച് വീട്ടില് പറയാം ഓപ്പൺ ആയിട്ട് പോസിറ്റീവ് സൈഡ് മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ നെഗറ്റീവ് സൈഡ് ഇവര് കാണുക, കുടുംബക്കാരും നാട്ടുകാരൊക്കെ കാണുക എന്നുള്ളത് നമ്മൾ ആലോചിച്ചില്ല. കാരണം നമ്മളെ ഈ ഒരു ജനറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, നമുക്ക് പ്രാക്ടിക്കൽ തിങ്കിങ് മാത്രമേ ഉള്ളൂ. ഇവര് ആലോചിക്കുന്നത് ട്രഡീഷണൽ വേലാണ് അവരെപ്പോഴും ആലോചിക്കുക. ആ കുടുംബക്കാരായിട്ട് വന്ന് കുലീനമായിട്ട് ഇങ്ങനെ നിന്ന് സ്ത്രീ ഇങ്ങനെ നമ്രശിരസ്കേറ്റ് നിന്ന് താഴെ കളം വരച്ച് ചായ കൊടുത്ത്, ഇതാണ് ഓരോ കൺസെപ്റ്റിലെ പെണ്ണുകാണൽ. ലിങ്ക് ഓഫ് ദ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നൊക്കെ. ഇത് അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഞാൻ എന്റെ സൈഡിൽ ഒരു മെസ്സേജ് കൺവേ ചെയ്യുക എന്നതാണ്. ഫോണിലൂടെ സംസാരിച്ചാൽ എനിക്ക് തോന്നണില്ല അതൊരു പ്രോപ്പർ വേ ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു അവരെ സൈഡിൽ നിന്ന് അവർക്ക് അതൊരു ഫുൾഫിൽ ആവാത്ത പോലെ ഫീൽ ചെയ്യും. ഞാൻ ആരാ, എന്താ, ഇവിടുന്ന, എങ്ങനെയാ, എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. ഇനി ഞാൻ വല്ല ഉടായി പോകണം, അങ്ങനത്തെ സാധനമൊക്കെയാണ് ഓരോ മൈൻഡില്. കാരണം പല തട്ടിപ്പും നടക്കുന്നതാണ്, അവരും കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ സൈഡിൽ നിന്നുണ്ടായ ഈ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അത് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് വലിയ മിസ്റ്റേക്ക് ആയിട്ട് നമുക്ക് തോന്നിയില്ല. അവരെ പോയിന്റ് ഓഫ് വ്യൂന്ന് വലിയൊരു മിസ്റ്റേക്ക് ആയിട്ട് അവരത് ഊതിക്കുറിപ്പിച്ചു. പിന്നെ കുടുംബക്കാരെ അറിയാലോ, കുടുംബക്കാരെ ഒരിത്തിരി കിട്ടിയാൽ മതി. ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും വലിയൊരു ബലൂണ് പോലെ വീർപ്പിച്ച് അത് കുത്തിപ്പൊട്ടിക്കും. അതാണ് അവരുടെ ഒരു സന്തോഷം. പിന്നീട് ഇതൊക്കെ മാറി, പിന്നെ കൺവിൻസ്ഡ് ആയി. എങ്ങനെയാ ആദ്യം കൺവിൻസ്ഡ് ആയില്ല. അത് പറഞ്ഞുതരാം. ഫസ്റ്റ് എന്റെ വീട്ടിലെത്തിയപ്പോ ഇത്തരത്തില് എന്റെ വീട്ടിലിങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, ഇനി എന്തുണ്ടാവാനാ അങ്ങനത്തെ കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. കാരണം ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ എന്തുണ്ടാവാനാന്നുള്ളൊരു വേ ഓഫ് തിങ്കിങ് ആയിരുന്നു എന്റേത്. അങ്ങനെ ഞാൻ ഇവളടുത്ത് ചോദിച്ചപ്പോ ഞാൻ വീട്ടിലെത്തുന്നവരെ അവളെ ഫോൺ ചെയ്തപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള ഇതിലാണ് ഇവളും പറഞ്ഞത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടില് അമ്മേന്റെ വക വെച്ചാല് അമ്മമാര് വെച്ചാല് വീട്ടിലെ ഏറ്റവും ഇമോഷണൽ പാർട്ടാണ്. അത് എന്റെ വീട്ടില്, ഇവളുടെ വീട്ടിലല്ല, എല്ലാവരുടെ വീട്ടിലും. അപ്പൊ അവര് ഇമോഷണൽ വേല് പറഞ്ഞു ഞങ്ങൾ എത്ര പ്രതീക്ഷ വെച്ചിട്ടാണ് നിങ്ങൾ വളർത്തി, അങ്ങനത്തെ ഒരു സാധനങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു സാധനങ്ങൾ ഇവളെ സൈഡിലേക്ക് പറയാനാണ്. അപ്പൊ ഇവള് പറയുന്നത് വെച്ചാല് എനിക്കിഷ്ടപ്പെട്ട ആളെയാണ് ഞാൻ ചൂസ് ചെയ്തത്, ഇതില് ഞാൻ ഹാപ്പി ആണെന്നുള്ളത് അവളവിടെ കൺവേ ചെയ്യാൻ നോക്കി. പക്ഷെ കൺവേ ആയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പ്രോസസ് ആണ്. സെയിം സംഭവം എന്റെ വീട്ടില് കൺവിൻസ് ഒരുപാട് സമയം എടുത്തു. അപ്പൊ പെൺകുട്ടിയായ ഇവക്ക് ഈ കേരളത്തില് ഈ ഒരു എന്താ പറയാ കറണ്ട് സിനാരിയോയില് കൺവേ ചെയ്തെടുക്കാൻ, അവരെ കൺവിൻസ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും. നിങ്ങൾക്ക് ആലോചിക്കാലോ. അപ്പൊ ഇവള് കുറെ സ്ട്രഗിൾ ചെയ്തു വെച്ചാല് അടി കിട്ടിയെന്ന് വെച്ചാൽ അങ്ങനെ വലിയ ടോർച്ചറിങ് കാര്യങ്ങളൊന്നും അത്രകാലം ഭയങ്കര അതില് കളിച്ചും ചിരിച്ചൊക്കെ ഉണ്ടായിരുന്നുള്ള വീട്. ഈ ഒരു കാര്യം അങ്ങോട്ടുള്ള കണക്ഷനും അങ്ങോട്ടുള്ള കാര്യം പറയില്ല, അതൊക്കെ അല്ലേ ഒരു മൂകാവുമ്പോഴുള്ള ആ ഒരു മൊത്തത്തിലുള്ള ഒരു സൈലൻസ്, ആ ഒരു ഫീലൊക്കെ വരുമ്പോ ഇവളും ആകെ ഡിപ്രസ്ഡ് പോലെയായി. എനിക്കാണെങ്കിൽ ഇവളെ സൈഡിൽ നിന്ന് വെച്ചാല് ഇവളെ അടുത്ത് എപ്പോഴും പോയി നിൽക്കാനോ ഇവിടുത്തെ കാര്യങ്ങൾ പറയാനോ അങ്ങനെ ഒന്നും എനിക്ക് പറ്റില്ല. കുറച്ച് ദൂരെയാണല്ലോ. ഫോണിലൂടെ വിളിച്ച് കാര്യങ്ങൾ പറയും, പക്ഷെ ഫോണിലൂടെ നമുക്ക് എത്രത്തോളം ഒരാളെ ആശ്വസിപ്പിക്കാൻ പറ്റും എന്നുള്ളത് പറയാൻ പറ്റില്ല. ലോങ് ഡിസ്റ്റൻസിലൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു സ്ട്രഗിൾ മനസ്സിലാവുള്ളൂ.
കാരണം അടുത്ത് നിന്ന് ഒരാളെ ഹഗ് ചെയ്ത് ആളെ ചൂട് പറ്റിയിരുന്ന് ലൈക്ക് എന്താ പറയാ അവരെ ആശ്വസിപ്പിച്ച് അവരെ കണ്ണീരൊപ്പുക എന്ന് പറയുന്നത് അതൊരു വേറെ ഫീലാണ്. ഫോണിൽ കൂടെ എത്രത്തോളം നമ്മൾ ആശ്വസിപ്പിച്ചാലും അവർക്ക് അടുത്ത് നിൽക്കുന്ന ഒരു ഫീല് കിട്ടില്ല. അപ്പം അങ്ങനെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ സമാധാനിപ്പിച്ചു. എന്റെ സൈഡിൽ നിന്ന് വെച്ചാൽ എനിക്ക് ഡെയിലി വർക്ക് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഈ സ്ട്രെസ് ഉണ്ടാവും, വർക്കിന്റെ സ്ട്രെസ് ഉണ്ടാവും, വീട്ടില് അങ്ങനെയല്ല. അത് ഇവിടെ സൈഡാണ് അവർക്ക് കൺവിൻസ് ചെയ്യുന്നത്. അങ്ങനെ എന്റെ മുടിയൊക്കെ അത്യാവശ്യം കഷ്ടി. പിന്നെ എന്റെ വീട്ടുകാർക്ക് മനസ്സിലായി. ഇനിയിപ്പോ എന്റെ വീട്ടുകാരെ കൺവിൻസ് ചെയ്യാന്നുണ്ടെങ്കില് അധികം ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും ഓരോ സൈഡിൽ നിന്ന് ഒരുപാട് എന്താ പറയാ ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ അവര് വിചാരിച്ച് എന്ത് ചെയ്യാനാ ഇനിയിപ്പോ ഒരു വല്ല വെച്ചാ ഇവളുടെ സൈഡിലാണ് ഇവർക്ക് അത്യാവശ്യം ലോയർ അങ്ങനെ ആ ഒരു ടൈപ്പ് ഓഫ് സർക്കംസ്റ്റൻസ് അങ്ങനല്ല നമ്മുടെ സ്റ്റാറ്റസ് കുറച്ച് ഒരു ഹോൾഡ് ഒക്കെ കൂടുതലുള്ള ഒരു ഫാമിലി വെച്ചാല് അച്ഛൻ ലോയർ ആണ് മാത്രല്ല നമ്മള് അത്യാവശ്യം ഹൈ സ്റ്റാറ്റസ് ഉള്ള അങ്ങനത്തെ എന്റെ വീട്ടുകാർക്ക് തോന്നി തുടങ്ങി. അപ്പം വെച്ചാല് നമ്മളെ മിഡിൽ ക്ലാസ് ആണ്, അവര് കൂടുതൽ ഇതുള്ളവരാണ്. അപ്പൊ അവര് നമ്മളെ എങ്ങനെ ഇതാക്കും, നമ്മളെ അടിച്ചമർത്തും, അല്ലെങ്കിൽ നമ്മളെ പല വിട്ട് തല്ലിക്കും. അങ്ങനെ ഒരു സിനിമാറ്റിക് സാധനമൊക്കെ അവരെ തലയിൽ വരുന്നത്. പിന്നെ വെച്ചാൽ പിന്നെ എന്റെ വീട്ടുകാർക്ക് പേടിയായി തുടങ്ങി. വെച്ചാൽ ഇവളെ വീട്ടിലെ കുറച്ച് ഒപ്പോസ് ചെയ്യാൻ തുടങ്ങി. ഇവളെ പിന്മാറ്റാൻ വേണ്ടിയിട്ട് വീട്ടിലാരൊക്കെ ചെറിയ രീതിയിൽ ബ്രെയിൻ വാഷ് ഒക്കെ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതൊക്കെ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് പിന്നെ വേറെ ഒരു നാടകം അരങ്ങേറുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കസിൻസിന്റെ സൈഡിൽ നിന്നും കുടുംബക്കാരുടെ സൈഡിൽ നിന്നും ഒരു എല്ലാ പാർട്ടും ഞാൻ എടുത്ത് പറയുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ഒരു ഭീഷണി സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ഫുള്ളി പറഞ്ഞില്ല. പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അപ്പൊ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഒരു സൈഡിൽ നിന്ന് ഓക്കെ ആയതുകൊണ്ട് പിന്നെ ഞാനത് എടുത്ത് പറഞ്ഞ് കൂടുതൽ വഷളാക്കാത്തതാണ്. പിന്നെ എന്റെ സൈഡിൽ നിന്നാണ് എന്റെ നാട്ടിലുള്ള ആൾക്കാരും ഒരാള് നന്നായി കാണാൻ പാടില്ല, അല്ലെങ്കിൽ നല്ലത് നടക്കാൻ പാടില്ല എന്ന് ചുറ്റിലുള്ള കുറച്ച് നെയ്ബേഴ്സ് ഉണ്ടാവും. അപ്പൊ അവരെ സൈഡിൽ നിന്നുള്ള പാരവെപ്പ് വേറെ വെച്ചാല് നമ്മക്ക് ഈ ഒരു സിറ്റുവേഷനിലേക്ക് ഇവള് വന്നു കഴിഞ്ഞാൽ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും നമുക്ക് പറ്റില്ല അങ്ങനത്തെ രീതിയിൽ ഒരു പറയും. അതിന്റെ കൂടെ മസാല ചേർത്ത് കൊടുക്കാൻ വേറെ സൈഡിലുള്ള കുടുംബക്കാര്. അങ്ങനെ അങ്ങനെ ഒരു ഭയങ്കര ഇവിടുന്നും പാരവെപ്പും അങ്ങനെ കുറെ കരച്ചിലും പിഴിച്ചിലും സ്ട്രഗിൾസും. ഇവളെന്നെ വിളിച്ച് കയറി, ഞാൻ ഇവളെ സാന്ത്വനിപ്പിക്കും, എന്നിട്ട് ഞാൻ ഒറ്റയ്ക്കിരുന്ന് കയറി. അങ്ങനെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും നല്ല സ്ട്രോങ് ആയിട്ട് നിന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലായിട്ട് നിന്ന് കരച്ചിലൊക്കെ മാറ്റി സ്ട്രോങ് ആയി തുടങ്ങി. ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഓരോരുത്തർ കുറ്റപ്പെടുത്തുമ്പോൾ എങ്ങനെ അതിന് ഫേസ് ചെയ്യണം, ഏത് രീതിയിൽ ക്വസ്റ്റ്യനിങ് വന്നാൽ ഏത് രീതിയിൽ പറയണം, അങ്ങോട്ടും ഇങ്ങോട്ടും. റിലേഷൻഷിപ്പില് ബോത്ത് ആണും പെണ്ണും ഒരുമിച്ച് ഫൈറ്റ് ചെയ്താലേ കാര്യമുള്ളൂ, സ്ട്രോങ് ആയിട്ട് എന്നാലേ കാര്യമുള്ളൂ. മറ്റേത് ഒരാളിതാ ഞാൻ ഇല്ല എനിക്ക് മതിയായി അങ്ങനെ നിക്കാൻ പറ്റില്ല എന്ന് ഒരാൾ കഴിഞ്ഞാൽ തീർന്നു. അതെ, ഇവളെ സൈഡ് സ്ട്രോങ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു മാരേജിലേക്ക് ഈ ഒരു ലവ് സ്റ്റോറി എത്തുക. എന്റെ സൈഡ് ഓൾമോസ്റ്റ് ബോയ്സിന്റെ എല്ലാവരുടെ സൈഡും സ്ട്രോങ് ആയിരിക്കും. പിന്നെ അവര് പിന്മാറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരന്റ്സിനെ വെച്ച് ഭീഷണിപ്പെടുത്തുക, പാരന്റ്സിനെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുക, അങ്ങനത്തെ സംഭവം വരുമ്പോഴാണ് ബോയ്സ് വിൽക്കുക. പക്ഷെ ഇന്റെ ആ ഒരു ഇതിൽ അങ്ങനത്തെ ഒരു സാധനം അങ്ങനെ തീരെ ഇല്ല എന്നല്ല, ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ അതൊക്കെ ഓവർകം ചെയ്യാൻ എന്റെ ഫാമിലിനെ ഞാനും പ്രേരിപ്പിച്ചു. ഇവളുടെ സൈഡിൽ നിന്നുള്ള സ്ട്രോങ് സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഓവർകം ചെയ്തത്. അപ്പൊ ഇപ്പൊ റിലേഷൻഷിപ്പ് കൂടെ കടന്നു പോകുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മാരേജിൽ എത്തിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ യു ഹാവ് ടു ബി കൺസിസ്റ്റന്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് ആൻഡ് യു ഹാവ് ടു പുട്ട് എഫേർട്ട്, 100% എഫേർട്ട്. നിങ്ങളുടെ എഫേർട്ടും നിങ്ങളുടെ അതേപോലെ തന്നെ നിങ്ങളുടെ കോർഡിനേഷനും നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആയിട്ട് അവിടെയും അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുന്നോ അതിനനുസരിച്ചുണ്ടാവും നിങ്ങളെ റിലേഷൻ. അങ്ങനല്ല, വഴക്കുകളൊക്കെ ഇഷ്ടംപോലെ പരാതി പറച്ചിലും അഡ്ജസ്റ്റ്മെന്റ്സും എല്ലാം ഉണ്ടാവും. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ ബോത്ത് നമ്മള് രണ്ടുപേരും അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഇപ്പം ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങളുടെ ഇടയിലുള്ള അടിത്തറ. അപ്പൊ ആ ഒരു സംഭവം നമ്മൾ എപ്പോഴും ആലോചിക്കാം. അതേപോലെ ഒരു ബോണ്ട്, ഒരു ബേസിക് ബോണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയാനും, ഇപ്പൊ ഇവക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ഇവക്ക് എന്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയാം, അത് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം എനിക്ക് ഇവിടെ അടുത്ത് പറയാം. പക്ഷെ നമ്മൾ രണ്ടുപേരും എൻഡ് ഓഫ് ദ ഡേ രണ്ടുപേരും രണ്ട് ഹ്യൂമൻ ബീങ് ആണ്. ഞാൻ തിങ്ക് ചെയ്യുന്ന വേ ആയിരിക്കില്ല ഇവിടെ തിങ്ക് ചെയ്യാം. നമുക്ക് രണ്ടുപേർക്കും ഡിഫറെന്റ് ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കാം, അനിഷ്ടങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതേപോലെ അനുസരിക്കണം എന്നല്ല, ബട്ട് സ്റ്റിൽ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇന്ന ആൾക്ക് ഇന്നതാണ് ഇഷ്ടം, എനിക്ക് ഇന്നതാണ് ഇഷ്ടം, അതിനനുസരിച്ച് മാറാതെ
നമുക്കത് മനസ്സിലാക്കാൻ പറ്റുക, അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്യാന്നുള്ള അത് ഒരിക്കലും അഡ്ജസ്റ്റ്മെന്റ് ആവരുത്. ചുറ്റിട്ടമാര് ഒരിക്കലും ആർക്കും അത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല. റിലേഷൻഷിപ്പിലായി എന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കി നിൽക്കുക. അതെ, റിലേഷൻഷിപ്പിലായി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാ സാധനവും അക്സെപ്റ്റ് ചെയ്ത് എല്ലാ സാധനവും അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ സാധനവും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അങ്ങനെ പോകാൻ ഒരിക്കലും പറ്റില്ല. ഇറ്റ് ടേക്സ് ടൈം, ഇയേഴ്സ് ഓഫ് ടൈം. ഒരുപാട് സമയം എടുക്കും. നമ്മളെ റിലേഷൻഷിപ്പ് നമ്മളെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇവളുടെ ഇഷ്ടം എന്റെ ഇഷ്ടം അനിഷ്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും ഇതാക്കാനും ഒരുപാട് സമയം എടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് വഴക്ക് ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഓവർകം ചെയ്തിട്ടുള്ളത് ഈ ഒരു ബോണ്ടിങ് വെച്ചിട്ട് തന്നെയാണ്. അപ്പൊ ഇത് ഇവിടെ എത്താനുള്ള ഏറ്റവും വലിയ റീസണും ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിലും നാട്ടിലും ഉണ്ടായിരുന്ന എല്ലാ പ്രഷറും എല്ലാ കാര്യങ്ങളും നമ്മളെ ഫാമിലി തമ്മിലുള്ള വ്യത്യാസവും എല്ലാം നമ്മൾ ഓവർകം ചെയ്ത് നമ്മൾ ഈ ഒരു ഒറ്റ ബോണ്ട് കാരണമാണ്. അപ്പൊ നമ്മളെ ഫാമിലിയെ നമ്മളെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റിയതിനുള്ള മെയിൻ റീസണും ഇത് തന്നെയാണ്. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളത് തന്നെയാണ് എൻഡ് ഓഫ് ദ ഡേ നമ്മളെടുത്ത ഡിസിഷൻ. അതൊരിക്കലും ഒരാൾ വന്നിട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ട് അല്ലെങ്കിൽ ഫാമിലിയിൽ ആൾക്കാർ വന്ന് പറഞ്ഞാലും ആ ബോണ്ട് ബ്രേക്ക് ആവില്ല. ഞാൻ ആലോചിക്കുന്നുണ്ട് എത്രയോ കുടുംബക്കാര്, നാട്ടുകാര്, അല്ലെങ്കിൽ മറ്റുള്ള നൈബേഴ്സ് ആണെങ്കിലും ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. നമ്മള് എത്രയോ ആൾക്കാര് പറഞ്ഞിട്ടുണ്ട്, ഓ ഇതൊന്നും അധിക കാലം ഉണ്ടാവാൻ പോണില്ല, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് ഇവള് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരും, അല്ലെങ്കിൽ ഇതൊന്നും അധിക കാലം നിക്കൂല, അധിക കാലം അവന്റെ കൂട്ടി നിക്കൂല. പക്ഷെ ഞാനിപ്പോ പറയണേ, ഒരുപാട് ഹാപ്പിയാണ് ഞാൻ ഇവിടെ. സത്യം പറഞ്ഞാല് എനിക്ക് ഇവിടെ ഒരു കുറവ്, അച്ഛനാണെങ്കിലും അമ്മയാണെന്നുണ്ടെങ്കിലും അപ്പുച്ചിയാണെന്നുണ്ടെങ്കിലും ആരായാലും ഇവിടെ എനിക്കൊരു കുറവ് തന്നിട്ടില്ല. എനിക്ക് എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസ് തന്നിട്ടുള്ളൂ. ഇപ്പോഴായാലും അച്ഛനും അമ്മയൊക്കെ എനിക്ക് എന്റെ സ്വന്തം അച്ഛനമ്മനെ പോലെ തന്നെയാണ്. അവരെ ഭാഗത്തുനിന്ന് ഒരു ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല, ഈ ഒരു ടൈം വരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പൊ പോകുന്നത്. ഇപ്പൊ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ടോ എന്തൊക്കെയോ ഓരോരുത്തർ പറഞ്ഞ ഞാനിവിടെ ഒരാഴ്ച പോലും വാഴൂല, ഒരാഴ്ച പോലും അങ്ങനെ പല ടൈപ്പ് ടോർച്ചറിങ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഓരോ കുത്തുവാക്കുകളും എല്ലാം കേൾക്കേണ്ടി വരും. ഇതൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കണം. ബി സ്ട്രോങ്. നിങ്ങൾ സ്ട്രോങ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആക്കപ്പെടും. കാരണം അത്തരത്തിലുള്ള സിറ്റുവേഷൻ കൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോവുക. സോ അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. അപ്പം നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്ത് അങ്ങനെയാണ്. പിന്നെ എനിക്ക് മെയിൻലി താങ്ക് യു പറയാനുള്ളത് അത്തരത്തിലുള്ള ആൾക്കാരോടാ. നിങ്ങൾ ബാക്കിൽ നിന്ന് ഈ കുത്തി ബാക്കിൽ നിന്ന് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, നീ ഒരിക്കലും അങ്ങനെ നന്നാവില്ല, ഒരു 20 വർഷം എടുത്താലും ഇവൻ രക്ഷപ്പെടാൻ പോലില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരാണ് നമ്മുടെ മോട്ടിവേഷൻ. നിങ്ങൾ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം, എന്നാലേ നമുക്ക് ഹൈറ്റ്സിലെത്താൻ പറ്റുള്ളൂ. നമ്മൾ അത്ര ഹൈറ്റ്സിലെത്തിയാൽ നിങ്ങൾ ഇത് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് താഴേക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ അപ്പോഴും അടിയിൽ നിൽക്കുന്ന കാണുമ്പോൾ നമുക്കൊരു നമ്മളെ പറ്റി പറയാൻ ആൾക്കാരുണ്ട് എന്നുള്ളൊരു സന്തോഷം. അപ്പൊ അവരോട് ഒരു താങ്ക്സ്, ബിഗ് താങ്ക്സ് അല്ലേ. അപ്പൊ അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻ വന്നു. എന്റെ വീട്ടുകാർക്ക് പേടിയെന്ന് വെച്ചാൽ അതൊക്കെയായിരുന്നു. അപ്പൊ അവർക്ക് കുറച്ച് കഴിവുണ്ട്, അവർക്ക് കുറച്ച് ഹോൾഡ് ഉണ്ട്. അപ്പൊ അവരെന്തെങ്കിലും ചെയ്താലോ, അല്ലെങ്കിൽ നമ്മളെ അത്തരത്തിലുള്ള ഭീഷണികളൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ പുറത്തിറങ്ങി അങ്ങനെ ആക്കിയോളൂ ഇങ്ങനെ ആക്കിയോളൂ, അങ്ങനത്തെ ഭീഷണി കേട്ട് എന്റെ വീട്ടുകാർ പേടിച്ചു. പക്ഷെ എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടുകാര് പേടിക്കുമ്പോ സങ്കടപ്പെടുമ്പോ എന്നുള്ള ആ ഒരു ഇത് മാത്രമേ എനിക്കുണ്ടായിരുന്നു. അല്ലാതെ എന്നെ ഒന്നും ചെയ്യും അല്ലെങ്കിൽ പേടിയൊന്നും എനിക്കില്ല. ആക്ച്വലി എന്റെ അച്ഛനും അമ്മയ്ക്കോ എന്റെ ബ്രദറിനോ ഒന്നും അല്ല പ്രശ്നങ്ങള്. എല്ലാ വീട്ടിലും അങ്ങനെ കുടുംബക്കാരായിരിക്കും പ്രശ്നം. നമ്മളെ സ്വന്തം അച്ഛനമ്മയ്ക്കൊന്നും യാതൊരു പ്രശ്നം ഉണ്ടാവും. അവർക്ക് ആ സമയത്തുള്ള ഒരു ഞെട്ടലും പൊട്ടലും മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നീട് അത് അറിയുമ്പോൾ അല്ലെങ്കിൽ കൺവിൻസ് ആയി കഴിയുമ്പോൾ അവർക്ക് അവരുടെ ഉള്ളിലെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് അവരത് ഒക്കെ ആയിരിക്കും. പക്ഷെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ മസാല ചേർത്ത് പറഞ്ഞ് അവരിങ്ങനെ ഇതാക്കി നിൽക്കുന്നത് കുടുംബക്കാരായിരിക്കും മെയിനായിട്ട്. അപ്പോ അവര് കെയറിങ്ങിന്റെ ഹസ്തങ്ങളായിട്ട് വരും. ബട്ട് സ്റ്റിൽ ദേ മെന്റ് ദാറ്റ് all I want to say is that they don't. എന്റെ അച്ഛനും അമ്മ ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ ഹാപ്പിയാണ്, സോ അവര് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഈ കുടുംബക്കാരൊക്കെ ആ സമയത്ത് പൊട്ടിമുളച്ച് വരും. ഇവിടുന്നൊന്നില്ലാതെ കുടുംബക്കാരൊക്കെ ആ സമയത്ത് പൊട്ടിമുളച്ച് വരിക. എന്താണ് മോളെ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ, മക്കളെ ഇത്ര പൊന്നുപോലെ നോക്കിയതല്ലേ. എന്റെ പൊന്നെ അതൊക്കെ കേൾക്കുമ്പോ സീരിയലത്തെ നടിമാരെയൊക്കെ മാറ്റി നിർത്താൻ തോന്നും. ഇവർക്കൊക്കെ സീരിയൽ അഭിനയിക്കാൻ നിൽക്കൂടല്ലേ, എന്ത് സാലറി കിട്ടും. അപ്പം all I want to say is that they don't really care about us. ആ പാട്ടുള്ള പോലെ തന്നെ ആരും നമ്മളോടുള്ള കെയറിങ് കൊണ്ടെന്നല്ലേ പറയുന്നത്. അവർക്ക് ആ സമയത്ത് മെയിൻ ആവാൻ കിട്ടിയൊരു സംഭവമാണ് വെച്ചാല്
അച്ഛനെയും അമ്മേനെയും നല്ല രീതിയിൽ അവരിങ്ങനെ പറയുന്നുണ്ട്, അല്ലെ മക്കള് വഴി തെറ്റി പോണേന് ഇവർക്ക് ഭയങ്കര ഇതാണ് എന്നുള്ള രീതിയിൽ ഓരെ കാണിക്കാനും, പിന്നെ അതേപോലത്തെ അതിന്റെ ഇടയിൽ കൂടെ കുറച്ച് കുശുമ്പും കുന്നായ്മയും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ കിടന്നുറങ്ങുമ്പോ ഒരു സമാധാനം. അതിനു വേണ്ടിയിട്ടാണ് എല്ലാ കുടുംബത്തിലും ഉണ്ട്. അടി എന്നൊക്കെ ഒരു കല്യാണം നടന്നു കഴിഞ്ഞാൽ ഒരു വരും, സദ്യ കഴിക്കും, ഓടുന്നു, അത്രേ ഉള്ളു. അത്തരക്കാരോട് അല്ലാതെ കമ്മിറ്റ്മെന്റ് മാത്രം അവരോട് കാണിച്ചാൽ മതി. അല്ലാതെ കല്യാണത്തിന് ശേഷം ഏതെങ്കിലും കുടുംബക്കാര് കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആവുന്നുണ്ടോ? ഇല്ല. കല്യാണത്തിനായിരുന്നു, കല്യാണം ഇറ്റ്സ് അവർ ലൈഫ്, നമ്മുടെ ലൈഫാണ്, നമ്മുടെ പാരന്റ്സ്, ഇതാണ് നമ്മുടെ ഫാമിലി ആയിട്ട് വരിക. പിന്നെ ബാക്കിയുള്ള റിലേറ്റീവ്സ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് അല്ലാതെ എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുമ്പോ അങ്ങനെയൊക്കെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻസ് ഉണ്ടാവുക. പിന്നെ സംസാരിക്കും, നല്ല രീതിയിലുള്ള ആൾക്കാരാണെങ്കിൽ നമ്മളെപ്പോഴും ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. നല്ല കുടുംബക്കാരുണ്ട്. കുടുംബക്കാരെന്ന് പറയുമ്പോ എല്ലാരും അങ്ങനത്തെ ആൾക്കാരല്ല, പക്ഷെ നമ്മളെ നല്ല രീതിയിൽ ഇൻവോൾവ് ചെയ്യുന്നവരുണ്ട്. അല്ല, ചില കുടുംബക്കാരിലെല്ലാരും നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല. നല്ലവരും ഉണ്ട്, നല്ല രീതിയിലുള്ള ആൾക്കാരുണ്ട്, നമ്മളെ എത്രയോ പേര് സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട് നമ്മളെ കുടുംബത്തില്. നല്ലത് പറഞ്ഞാണ്ട് ഇന്നത് ചെയ്താൽ മതി, ഈ രീതിക്ക് ചെയ്താൽ. എന്റെ സൈഡിൽ നിന്ന് ഇപ്പോ എനിക്ക് എടുത്തു പറയാനാണ്, എന്റെ അളിയനായാലും ചേച്ചിയായാലും 1-2 മാമന്മാര് അങ്ങനെയുള്ളവരൊക്കെ നല്ല രീതിയിൽ പറഞ്ഞവരുണ്ട്, എന്ന രീതിയിൽ ചെയ്താൽ മതി, നമുക്ക് അവരെ സൈഡിൽ നിന്ന് ഒരു ഇതും കിട്ടിയിട്ടില്ലേ, നിനക്ക് വിളിച്ചിറക്കി കൊണ്ടുവന്ന് പോറ്റാൻ പറ്റുമോ എന്നോട് ചോദിച്ചാൽ നമ്മൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു. അപ്പൊ ഇവള് പറഞ്ഞ വെച്ചാല് വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങി പോകുന്ന അത് വേണ്ട, അപ്പൊ അത് അവരെ ഹേർട്ട് ചെയ്യുന്ന. അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഒരു കാരണവശാലും അങ്ങനെ ഉണ്ടാവില്ല. അച്ഛനും അമ്മേനെയും ഞാൻ വിഷമിപ്പിക്കില്ല. അച്ഛനും അമ്മേനെയും ഞാൻ മാക്സിമം കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. ഞാൻ ഇവന്റെ കൂടെ ആവും, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ അത് എന്റെ ഹാപ്പിനെസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ഇതാക്കിയാൽ മതി. അല്ലെ നിങ്ങളെ വെറുപ്പിച്ചിട്ട് ഇതാക്കൂല. നിങ്ങൾ സമ്മതിക്കുന്ന വരെ കാലം വരെ ഞാൻ അവിടെ നിൽക്കും. നിങ്ങൾ കൺവിൻസ് ആഫ്റ്റർ അവർ കൺവിൻസ് ആണ്. ഞാൻ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ഡയലോഗ്, മൂക്കി പല്ല് മുളയ്ക്കണോ അങ്ങനെയാണ് അങ്ങനെ എന്നോട് പറഞ്ഞത്. അപ്പൊ ഇവള് ആ ഒരു സ്റ്റാൻഡ് എടുത്തത് കൊണ്ട് എനിക്ക് അങ്ങനെ കടുത്ത തീരുമാനം എടുക്കേണ്ടി വന്നില്ല. 1 ഇയറിന്റെ ഉള്ളിൽ ഒരു 6 months ഒക്കെ മാക്സിമം നമ്മള് എന്താ പറയാ, നമ്മുടെ സൈഡിൽ നിന്നുള്ള എഫേർട്ടും നമ്മുടെ സൈഡിൽ നിന്ന് ഒരിക്കലും ഒരു വിട്ടുവീഴ്ചക്ക് നമ്മൾ റെഡി അല്ല, അല്ലെങ്കിൽ നമ്മൾ പാരന്റ്സിലൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട് നമ്മളെ ഈ കാര്യത്തിലേക്ക്, അവരും കൂടെ നല്ല സപ്പോർട്ടായിട്ട് നിൽക്കണം, നമ്മളെ ആവശ്യമാണ്, നമ്മൾ അവരെ ബോധ്യപ്പെടുത്തി. കുടുംബക്കാരെ അഭിപ്രായം എടുക്കാതെ അവരെ സ്വന്തം തലച്ചോറുകൊണ്ട് ആലോചിച്ച് ഡിസിഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ 2 പേരും പാരന്റ്സിനെ കൺവിൻസ് ചെയ്തു. അങ്ങനെ അവര് 2 പേരും ആ ഒരു ഡിസിഷനിലേക്ക് എത്തി. പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ കുറച്ച് സ്മൂത്ത് ആയിട്ട് കാണാം. അതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഓരോ രാത്രിയും തള്ളി കേൾക്കുമ്പോൾ നാളെ എന്ത് സംഭവിക്കുന്നുള്ള പേടിയായിരുന്നു. ഇവരെ സൈഡിൽ നിന്ന് എന്തെങ്കിലും പുഷ് ചെയ്യോ, വേറെ ആരെക്കൊണ്ടെങ്കിൽ കെട്ടിപ്പിക്കാൻ നോക്കുവോ, വേറെ എവിടേക്ക് മാറ്റി താമസിപ്പിക്കോ, നമ്മൾ പല മൂവീസിലും കാണുന്നില്ല അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാവും. ഇന്റെ സൈഡിലാണെങ്കിൽ ഇവക്ക് പേടിച്ച ഇന്ന ആരെങ്കിലും അഭയപ്പെടുത്തോ, ഇന്നോരെന്തെങ്കിലും ചെയ്യാം, അങ്ങനത്തെ പേടി വെക്ക്. അങ്ങനെ ഓരോ രാത്രി എന്റെ അച്ഛനും അമ്മയൊന്നും അങ്ങനെ ചെയ്യുന്നു ഞാൻ അങ്ങനെയൊന്നും അവരൊക്കെ അത്രയും അവരൊന്നും അങ്ങനത്തെ ചെയ്യില്ല. പക്ഷെ ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കുക വേറെ രീതിയിലേക്ക്. നമുക്ക് പരസ്പരം അറിയാത്ത പാരന്റ്സ് അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും, അപ്പൊ അവർക്ക് ഒരു ധാരണ ഉണ്ടാവില്ല, ഒരു മുൻവിധി ഉണ്ടാവില്ല, ഓടിയോടിയും കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഇതിലാണ് അവര് ജഡ്ജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനും ആ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവളുടെ പാരന്റ്സ് അല്ലാത്ത കുറെ കുടുംബക്കാരുണ്ട്, അവരുടെ സൈഡിൽ നിന്ന് അങ്ങനത്തെ അപ്രോച്ച് ഉണ്ടായെങ്കിലാണ് എന്റെ പാരന്റ്സിന്റെ പേടി ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഓരോ രാത്രിയും പകലാവുമ്പോ നമ്മള് ഇനി എന്താണ് അടുത്ത ദിവസം എന്താണെന്നുള്ള ഒരു പേടിയിലാണ് ആ സമയത്തൊക്കെ നമ്മൾ ജീവിച്ചത്. പിന്നെ അതൊന്ന് ഓവർകം ചെയ്ത് വരാൻ ഞാൻ പറഞ്ഞ ഇതിലൊരു 6 months ഒക്കെ എടുത്ത് കാണും. അതൊരു സ്മോൾ ഡ്യൂറേഷൻ ആണ്. ചിലരൊക്കെ ഇയേഴ്സ് ഓഫ് സ്ട്രഗിൾ ഉണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് സമയം ഉണ്ടായിട്ടുള്ളൂ, കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. എന്റെ വീട്ടില് കൺവിൻസ് ചെയ്യണ കാര്യം എന്നൊക്കെ പറഞ്ഞാല് കുറച്ച് നിയറസ്റ്റ് എന്റെ വീട്ടില് കൺവിൻസ് ചെയ്യണം. ഇപ്പൊ ഈ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായി, പിന്നെ തൊട്ട് അമ്മേന്റെ ഓരോന്ന് പറയുന്നായി, അത് വേണ്ട, ഒഴിവാക്കത്, നമുക്ക് വേണ്ട, അങ്ങനെ. മഹേഷിന്റെ പ്രതികാരത്തിലുള്ളവര് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞാൽ തീരാവുന്ന പ്രശ്നം അമ്മേന്റെ ഒക്കെ ഉണ്ടായിരുന്നു. അമ്മമാരല്ലേ, അച്ഛനമ്മയ്ക്ക് അങ്ങനെ സംസാരിക്കും. ഇപ്പൊ ഞാനാണെങ്കിലും പറയും ചിലപ്പോ ഭാവിയിൽ അങ്ങനെയൊക്കെ. പക്ഷെ അപ്പൊ എന്താ, നമ്മൾ അവരുടെ സൈഡും കൂടെ ആലോചിക്കണല്ലോ. അപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ പറയും, അത് വേണ്ട, നമുക്ക് വേണ്ട, അങ്ങനെയൊക്കെ പറയാറുണ്ട്. സൗണ്ട് ഉറക്കി. അപ്പൊ ആരൊക്കെ പറയുന്നേ അങ്ങനെ അമ്മന്റെ സൈഡ് അങ്ങനെയൊക്കെ പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടാ. എപ്പോഴും ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുമ്പോഴൊക്കെ സംസാരിക്കും. ബ്രെയിൻ വാഷ് ചെയ്യാനുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അമ്മേന്റെ ഭാഗത്ത്. പക്ഷെ അച്ഛന്റെ ഭാഗത്ത് കുറച്ച് ഇമോഷണൽ ആയിരുന്നു. അച്ഛന് വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല.
എനിക്ക് ഞാനത് പറഞ്ഞില്ല എന്നുള്ളൊരു വിഷമം. അതായത് അത് ശരിക്കും എന്റെ ഫോൾട്ട് തന്നെയാണ്. കാരണം വെച്ചാൽ ഞങ്ങൾ അത്രയും അമ്മനെയും കാട്ടി അത്രയും ക്ലോസ് ആയിരുന്നു ഞാൻ അച്ഛനായിട്ട്. അപ്പൊ അച്ഛനോട് ഞാൻ എന്തുകൊണ്ട് അത് പറഞ്ഞില്ല, ഒരു വാക്ക് അതിനെപ്പറ്റി സംസാരിച്ചില്ല. ഇങ്ങനെ ഒരു കാര്യം ഉണ്ട്, എന്തുകൊണ്ട് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്നുള്ളൊരു ഒറ്റ വിഷമം മാത്രമേ എൻ്റെ അച്ഛനുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് മാത്രമേ അച്ഛന് എന്റെ അടുത്ത് അങ്ങനെ പറയുള്ളൂ. ആ ഒരു വിഷമം മാത്രം. കുറ്റം പറയാൻ പറ്റില്ല. അതെനിക്ക് അവരൊരിക്കലും കുറ്റം പറയാം. കാരണം അപ്പൊ ഞാനാലോ എന്റെ അടുത്തൊന്ന് പറഞ്ഞുകൂടായിരുന്നു, ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കുമല്ലോ. അപ്പൊ എനിക്കതൊരു വിഷമമായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാനത് പറയായിരുന്നു, ധൈര്യമായിട്ട് തുറന്ന് പറയാന്ന്. പക്ഷെ തുറന്ന് പറഞ്ഞാലും ഈ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവട്ടെ, വേറെ കാര്യം. പക്ഷെ അതായത് പറഞ്ഞു വരുമല്ലോ അല്ലെ ആക്ക്. അങ്ങനെ അവര് പരാതി കുറഞ്ഞു കിട്ടിയേനെ. അതെ. അപ്പൊ അച്ഛൻ ആ ഒരു നമ്മുടെ സൈഡും അത്ര പെർഫെക്റ്റ് അല്ല എന്ന് പറയാ. അച്ഛനൊരു ആ വിഷമം മാത്രം ഉണ്ടായിരുന്നു, അവൾ എൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അച്ഛനെന്ന് പറഞ്ഞാല് അറിയണമായിരുന്നു എന്താണ് ഇവനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ആരാണ്, എന്താണ്, എവിടെയായിരുന്നു, എങ്ങനെ മീറ്റ് ചെയ്തതായിരുന്നു, ജോലി എങ്ങനെയാണ്, പഠിപ്പ് എങ്ങനെയായിരുന്നു. അപ്പൊ എല്ലാ കാര്യങ്ങളും ഏറ്റവും പറയണമെന്നുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അങ്ങനെ അതൊക്കെ സമയം എടുത്തു കേട്ടോ. ഒരു ദിവസം കൊണ്ട് പറയണതല്ലല്ലോ, ഓരോ ദിവസം സമയം എടുത്തിട്ട് ഓരോ ദിവസം സമയം എടുത്തിട്ട് എന്താ പറയാ അങ്ങനെ കൺവിൻസ് ചെയ്ത് ഓരോ ദിവസം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് എന്നുള്ളത്. പിന്നെ അങ്ങനെ മെല്ലെ മെല്ലെ കൺവിൻസ്ഡ് ആവാൻ തുടങ്ങി. പിന്നെ എന്തുണ്ടായത്, പിന്നെ ആളൊരു വക്കീലും കൂടെ ആണല്ലോ. അപ്പൊ ആൾക്ക് കൊറേ കേസുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നിട്ട് കണ്ടിട്ടുള്ള പരിചയം. അതിന്റെ പേടിയൊക്കെ തന്നെ. അത് ഇത് എന്നൊക്കെ പറഞ്ഞ ഡെയിലി എത്ര കേസുകൾ, ചീറ്റ് ചെയ്യോ അങ്ങനത്തെ ഒക്കെ ഒരു പേടി ഉണ്ടാവുമല്ലോ. കാശ് കണ്ടിട്ട് വന്നതാണോ, വേറെ എന്തെങ്കിലും കണ്ടിട്ട് അങ്ങനെയും കൊറേ പേര് പറയുന്നുണ്ട്, കാശ് കണ്ടിട്ടാണ് അങ്ങനെയാ ഇങ്ങനെയാ. അങ്ങനെ പല കുത്തുവാക്കുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടു. ഇന്റെ സൈഡിൽ നിന്നാണ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നതാണ് വെച്ചാല് കാശ് കണ്ടിട്ടാണ് പോയത്, അവര് കാശുകാരെ കണ്ടുപോയതാണ്. അങ്ങനെ ഇവിടെ സൈഡിൽ നിന്ന് വെച്ചാൽ കയ്യും കലാശവും കാട്ടി മയക്കി അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെയാണ് അവിടെ ഇവിടെ ബ്ലെയിം ചെയ്ത് കണ്ടിട്ട് കയ്യും കലാശവും. അപ്പൊ അങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ കുറെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഒരുമിച്ചു എന്നുള്ളതാണ് അതിന്റെ ഒരു ബ്യൂട്ടി. അപ്പൊ നമ്മൾ പറഞ്ഞു തന്ന ഇത്രേ ഉള്ളൂ, നമ്മളെ രണ്ട് സൈഡും സ്ട്രോങ് ആയി നിന്നുകൊണ്ടാണ് കല്യാണം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം നടന്നത്. അപ്പൊ പിന്നെ കൺവിൻസ്ഡ് ആയി എന്റെ അച്ഛനും അമ്മയും. അമ്മേന്റെ അടുത്ത് കൺവിൻസ്ഡ് ആക്കി, അച്ഛൻ്റെ അടുത്ത് കൺവിൻസ്ഡ് ആക്കി, രണ്ടുപേരും പിന്നെ അതിനോട് യോജിക്കാം, പിന്നെ അതിനോട് ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. മെല്ലെ മെല്ലെ ഇപ്പൊ നിന്നെ വിളിക്കണ സമയത്തില്ലേ നമ്മള് കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടു അങ്ങനെയൊക്കെ പഴകി പിന്നെ വീട്ടുകാരായിട്ട് പഴകി അങ്ങനെ അത് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി അവര്. പിന്നെ മെല്ലെ പിന്നെ അവരാണ് കുടുംബക്കാരൊക്കെ കുറച്ചൊക്കെ കൺവിൻസ് വെച്ചാൽ തൊട്ടടുത്ത് വേണ്ട കുടുംബക്കാരൊക്കെ അവര് കൺവിൻസ് ചെയ്യാൻ തുടങ്ങി. വെച്ചാല് അവർക്ക് നല്ലതാണല്ലേ, അവർക്ക് വേണം. എനിക്ക് എന്തായാലും എന്റെ അച്ഛനും അമ്മയും കൺവിൻസ് ചെയ്യാൻ മതി. എനിക്കും അത്ര തന്നെ ഉള്ളൂ. നമ്മളെല്ലാരും അതന്നെ ചിന്തിക്കും. ബാക്കിയുള്ളവർ നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയും കൺവിൻസ്ഡ് ആവണം, അവര് ഹാപ്പി ആണോ ഇതില്, അത് മാത്രം നമുക്ക്. അതിന്റെ അപ്പുറത്തേക്ക് നമ്മള് കുടുംബക്കാരോ ഫ്രണ്ട്സോ നൈബേഴ്സോ അവരെന്ത് ചിന്തിച്ചാൽ നമുക്കൊന്നും. അപ്പൊ ആ ഒരു സംഭവമൊക്കെ ഓരാണ് കുറെ ചെയ്തത്. അവർക്ക് ഓക്കെ ആയി എന്ന് അറിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ അവർ ഓക്കെ ആയി തുടങ്ങിയതിന് ശേഷം പിന്നെ അവര് കുടുംബക്കാരടുത്തൊക്കെ എല്ലാം പറഞ്ഞു ഇതാക്കാൻ തുടങ്ങി. പിന്നെ വന്നത് പെണ്ണ് കാണൽ എന്ന് പറഞ്ഞിട്ടൊരു ട്രഡീഷണൽ വേ ഓഫ് ഫസ്റ്റ് നമ്മുടെ ഫംഗ്ഷൻ അതായത് പെണ്ണ് കാണൽ വെച്ചാല് സത്യം പറഞ്ഞാൽ പെണ്ണാളിന്റെ ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ അതൊരു അറേഞ്ച്ഡ് മാരേജ് ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ചിട്ടാവട്ടങ്ങളൊക്കെ പിന്നെ ഉണ്ടായിരുന്നു. പെണ്ണ് കാണാൻ വേണ്ടിട്ട് ഇവിടുന്ന് കുറച്ച് പേര് നമ്മള് എല്ലാരും കൂടെ അങ്ങോട്ട് പോയി. ഒരു 10 പേരുണ്ടോ, ഞാനും എന്റെ ഒരു ഫ്രണ്ട്, എന്റെ അടുത്തൊരു ഫ്രണ്ട് ഉണ്ട് വിഷ്ണു പറഞ്ഞിട്ട്. ആ തെണ്ടി ആണെങ്കിൽ ആ സമയത്ത് ഖത്തറിൽ പോയിട്ടില്ല. ആ തെണ്ടി ഒരു പരിപാടി എന്റെ കല്യാണത്തിന് ശരിയാക്കി തരാട്ടാ. അപ്പൊ അവനാണെങ്കിൽ ആ സമയത്ത് ഖത്തറിലേക്ക് പോയി. പിന്നെയുള്ള നിതീഷാണ്, അവന് അങ്ങനെ നാട്ടില്ല. അവനാണ് ഏത് സമയം നോക്കിയാൽ ട്രിപ്പ് നടക്കുന്നത് എങ്ങനെ. അങ്ങനെ ഇവനെയും വിളിച്ച്, പിന്നെ എന്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട്, പിന്നെ കസിൻസ്, എന്റെ ചേച്ചി, അല്ലെങ്കിൽ അച്ഛനമ്മ, പിന്നെ മാമൻ, കാരണവരായിട്ട് മാമൻ, അങ്ങനെ കുറച്ച് പേര് വിളിച്ചിട്ട് നമ്മൾ പെണ്ണ് കാണാനുള്ള പരിപാടിക്ക് പോയി.
കല്യാണം പോകുമ്പോ എന്താ കാര്യമായിട്ട് സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സ്വീറ്റ്സ് ഒക്കെ വാങ്ങി അങ്ങനെ പിന്നെ കാറൊക്കെ ആയിട്ട് ഇവിടുന്ന് പോയി. എന്റെ ഫാമിലി മൊത്തം ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരുടെയും ബിഗ് ഫാമിലിയാണ്. ഇവര് കുറച്ച് പേര് വന്നിട്ടുള്ളൂ. ഞങ്ങളെ എല്ലാവരും മെയിൻ ആയിട്ടുള്ള ഇവളെ അച്ഛൻ വെച്ചിട്ട് കുടുംബക്കാരെല്ലാരും എല്ലാ പരിപാടിക്കും വിളിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു എല്ലാ സ്ഥലത്തും ഫാമിലി പാസം, ഫാമിലി പാസം, തങ്കച്ചി പാസം, അളിയൻ പാസം, എല്ലാരും ഭയങ്കരമായിട്ട് കൺസിഡർ ചെയ്യുന്ന, എല്ലാരും വേണം, എല്ലാരും ബോധിപ്പിക്കണം. മിക്ക മാതാപിതാക്കളും അങ്ങനെ തന്നെയാ. പിന്നെ എങ്ങനെയാ വെച്ചാല് ഞാന് ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അതിന് അങ്ങനെ ആരും ഒപ്പോസില്ല. കാരണം എനിക്ക് ഭയങ്കര വാശിയ. ഞാൻ ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിൽ ഇതാവൂല, ഇൻവോൾവ് ആവൂല. ഞങ്ങൾക്കുള്ള വീഡിയോ പിന്നെ ഒരു ഈ കുടുംബക്കാരും ഫ്രണ്ട്സും നൈബേഴ്സും എല്ലാരും വേണം. പക്ഷെ എന്താ പറയാ, കൂടുതൽ ഓവറായിട്ട് നമ്മളെ കാര്യങ്ങൾ, പേഴ്സണൽ കാര്യങ്ങളൊക്കെ നമ്മളെ ഫാമിലി, ഇപ്പൊ എന്റെ ഫാമിലി എന്ന് പറയുമ്പം ആദ്യത്തെ കാര്യം പറയാം. ഇപ്പൊ കല്യാണത്തിന് മുന്നത്തെ കാര്യം ഞാൻ എപ്പോഴും അച്ഛനോട് അമ്മയോടും പറയുന്നതിനാണ്, ഞാന്, അച്ഛൻ, അമ്മ, ഭരത് എന്റെ ബ്രദർ. അപ്പൊ നമ്മൾ 4 പേര് ഒരു ഫാമിലി. ഈ ഫാമിലിന്റെ ഇടയിൽ വേറൊരാൾ വന്ന അഭിപ്രായം പറയുക, അല്ലെങ്കിൽ അത് അതിന്റെ ഇടയിൽ ഇടിച്ചു കയറിയിട്ട് ഓരോന്ന് അഭിപ്രായം പറഞ്ഞ കൊളാക്കുക, ഇതൊന്നും എനിക്കിഷ്ടല്ല. കാരണം നമ്മൾ 4 പേരുടെ ഇടയിലുള്ള കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ച് ഇതാക്കുന്നത് അതാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഇവരെ എല്ലാരെയും ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്ന കാര്യം എന്താ? അതായത് ഫാമിലി മെമ്പേഴ്സിനെ ആണെങ്കിലും നാട്ടുകാരാണെങ്കിലും ആരെങ്ങനെ ബോധിപ്പിച്ച് ഇതാക്കേണ്ട കാര്യമില്ല. ലൈഫ് നമ്മുടെയാണ്, നമ്മളാണ് ജീവിക്കേണ്ടത്. നമുക്ക് സംതൃപ്തി ഉണ്ടോ, നമുക്ക് ഹാപ്പിനെസ് ഉണ്ടോ, ഇത് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ മറ്റുള്ളവരെങ്ങനെ അയ്യോ അവരെന്ത് വിചാരിക്കും, ഇവരൊക്കെ പണ്ടത്തെ ഒരു ജോയിന്റ് ഫാമിലി ഇതെന്ന് വന്ന ആൾക്കാരാണ്. അപ്പൊ ഇവർക്ക് എപ്പോഴും വലിയ ഫാമിലിയാ വേണ്ടത്, എല്ലാരും ചേർത്ത് നിർത്തണം, അങ്ങനത്തെ കാഴ്ചപ്പാട്. മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും. അപ്പൊ ആ ഒരു സംഭവം കൊണ്ട് അച്ഛൻ എല്ലാരും വിളിച്ചു. എന്റെ സൈഡിൽ നിന്ന് ഞങ്ങൾ കുറച്ചു പേരായിട്ട് ചുരുക്കാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞോണ്ട് മാത്രം, അല്ലെങ്കിൽ ഒരു ലോറിക്കുള്ള ആൾക്കാർ. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു പൊതുവെ പറഞ്ഞ കാര്യമാണ്. അതായത് എല്ലാറ്റിലും ഇങ്ങനെ എല്ലാരും ഇൻക്ലൂഡ് എന്നല്ല, ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല. കൂടുതൽ ആൾക്കാർ വരുമ്പോ അഭിപ്രായങ്ങൾ കൂടും. അഭിപ്രായങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മള് വിചാരിച്ച പോലെ പരിപാടി നടക്കില്ല. നല്ല അനുഭവത്തിൽ വിളിച്ചത് പറയും. അപ്പൊ അങ്ങനെ പെണ്ണ് കാണലൊക്കെ സ്മൂത്ത് ആയിട്ട് നടന്നു, അടിപൊളിയായിരുന്നു. പെണ്ണ് കാണലിൽ ഇവിടെ അച്ഛൻ തന്നെ ഒരു ഫോട്ടോഗ്രാഫർ അറേഞ്ച് ചെയ്തു. അപ്പൊ അതിന്റെ കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇപ്പൊ കുറെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മള് ഇതാക്കുന്ന ഞാൻ ആദ്യമായിട്ടാണ് ഒരു പെണ്ണ് കാണലിൽ ഫോട്ടോഗ്രാഫർ, ഡെഡിക്കേറ്റഡ് ഫോട്ടോഗ്രാഫർ. അതെന്ന് വെച്ചാൽ അച്ഛന്റെ ഒരു സ്വഭാവം ഉണ്ട്, എല്ലാ കാര്യങ്ങളും എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടം തന്നെ. ചില സമയത്ത് ദേഷ്യം, ചില സമയത്ത് ആലോചിക്കുമ്പോ നന്നായിരുന്നു. അതായത് എവിടെ പോവാണെങ്കിലും എന്ത് സംഭവം നടക്കുകയാണെങ്കിലും ആള് ക്യാപ്ചർ ചെയ്യും. ആളെ ഫോണിലും ക്യാപ്ചർ ചെയ്യും. ആള് വേറെ ആൾക്കാരെ വെച്ചിട്ട് ഇതാക്കിയിട്ട് മെമ്മറീസ് ഒക്കെ എടുത്ത് അങ്ങനത്തെ ഒരാളാണ് ആള്, അല്ലെ? മെമ്മറീസ് ഒക്കെ ഇങ്ങനെ എടുത്തു വെക്കുക, അങ്ങനെ. അപ്പൊ ആ ഒരു സംഭവം പിന്നീട് അത് എടുത്ത് നോക്കുമ്പോ ഒരു ഇതാണല്ലോ, കാണാൻ നല്ല സുഖം. അപ്പത്തെ സമയത്ത് ഞാനും വിചാരിച്ചു ഇതെന്തിനപ്പ ഈ അച്ഛന്റെ ഒരു ഫ്രണ്ട് കുഞ്ഞുമോ എന്ന ആളെ പേര്. അപ്പൊ ആളെ വെച്ചിട്ടാണ് ആളെ കല്യാണം, അച്ഛന്റെ അമ്മേന്റെ ഇവളുടെ അച്ഛന്റെ അമ്മേന്റെ കല്യാണമൊക്കെ അവരെടുത്തത്. അപ്പൊ ആ ഒരു ഇതുകൊണ്ട് മൂപ്പരെ തന്നെ വെച്ചു. കൊള്ളായിരുന്നു, ഫോട്ടോസൊക്കെ നല്ല തന്നെയായിരുന്നു. അങ്ങനെ പിന്നെ ആള് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മളവിടുന്ന് കുറെ ഫോട്ടോസൊക്കെ ഫാമിലി ആയിട്ട് 2 ഫാമിലി ഒരുമിച്ച് നിന്നിട്ട് നമ്മളെ സിംഗിൾ ഫോട്ടോസും അല്ലാതെ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ പിന്നെ പെണ്ണ് കാണൽ എന്ന ചടങ്ങ് അവിടെ കഴിഞ്ഞു. പിന്നെ വന്നത് വെച്ചാൽ എന്റെ വീട് കാണൽ ചടങ്ങാണ് കേട്ടോ. എന്റെ വീട് വെച്ചിട്ട് ആ സമയത്ത് കുറച്ച് ഉള്ളിലേക്ക് മാറി ചെറിയൊരു വീടായിരുന്നു, ഒരു ഓടിട്ട വീടായിരുന്നു, 2 ബെഡ്റൂം ഒക്കെ ഉള്ള ചെറിയൊരു വീടായിരുന്നു. അപ്പം അവിടേക്ക് ഇവരൊക്കെ കൊണ്ടുവരുമ്പോ എനിക്ക് അറിയാലോ, എനിക്ക് എന്തായാലും ഒരു എന്താ പറയാ ഇവരൊക്കെ വന്നിട്ട് ഇനി എന്താവും എന്നുള്ള ഒരു തോട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ സൈഡിൽ നിന്നും അങ്ങനെ തന്നെയാണ്, കുറച്ചു പേരെ മതിയറിയാം. പിന്നെ സാധാരണ അച്ഛൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് ഒരുപാട് പേരെയും കൊണ്ടുവന്നു. പിന്നെ അറിയാലോ, വന്നു കഴിഞ്ഞാല് കുറെ പേര് നല്ല പറയുന്നവരുണ്ടാവും, കുറെ പേര് ചീത്ത പറയുന്നവരുണ്ടാവും. അച്ഛൻ പോസിറ്റീവായിട്ട് എടുക്കുള്ളൂ, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അച്ഛൻ പറഞ്ഞത് ആൾക്കാർ വന്നോട്ടെ, അഭിപ്രായം പറഞ്ഞോട്ടെ, ആവശ്യമുള്ള എടുത്താൽ മതിയല്ലോ. ആ രീതിക്ക് വന്നു. കുറെ പേര് നെഗറ്റീവ് പറഞ്ഞു, കുറെ പേര് നല്ല പറഞ്ഞു. അപ്പൊ നമ്മളൊരിക്കലും ആ വീട്ടിലേക്ക് എല്ലാ കല്യാണം കഴിച്ചുകൊണ്ടുവരുന്ന പുതിയൊരു വീട് എടുത്തിട്ട് അങ്ങോട്ട് തന്നെയാണെന്നുള്ള ഒരു ഇതുണ്ട്, എന്തായാലും എന്റെ ഉള്ളിലുണ്ട്. അങ്ങനെ പിന്നെ നമ്മള് ഇവിടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നു, എന്റെ വീട് വന്ന അതില് ആ ചടങ്ങിലൊന്നും ഇവിടെ ഒന്നും കൊണ്ടുവരില്ല. കല്യാണം കഴിയാതെ പിന്നെ പെണ്ണിന് എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരില്ല. ശരിക്കും പെണ്ണുങ്ങളെയാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്, അവരല്ലേ വീട്ടിൽ. ഇപ്പൊ അങ്ങനെ കുറെ റീൽസിലുണ്ടല്ലോ പെണ്ണുങ്ങളെ അതാണ് വേണ്ട ചടങ്ങ്, വീട് കാണിക്കും.
അങ്ങനെ പിന്നെ എന്റെ വീട് കണ്ടുപോയി. അതൊരു ഹോളിൽ വെച്ചിട്ട് നമ്മൾ ഫുഡും പരിപാടിയൊക്കെ വരുത്തിയത്. അങ്ങനെ പിന്നെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. കുറെ അഭിപ്രായങ്ങൾ വന്നു. എല്ലാ പരിപാടി കഴിയുമ്പോൾ വരുന്ന പോലെ തന്നെ അഭിപ്രായം. പെണ്ണ് കാണാല് ആകും, അഭിപ്രായം പറയും, കുറെ അഭിപ്രായം വരും. പിന്നെ എന്താണ് വീട് കാഴ്ച വരും, കുറെ അഭിപ്രായം വരും. പിന്നെ എൻഗേജ്മെന്റ് കഴിയും, ഓരോ അഭിപ്രായം വരും. കല്യാണം കഴിയുമ്പോൾ ഓരോ അഭിപ്രായം വരും. ഇതൊക്കെ ഇങ്ങനെ എടുത്തോണ്ടിരുന്ന് നമുക്ക് ജീവിക്കാൻ പറ്റൂല. അങ്ങനെ പിന്നെ നമ്മളൊക്കെ ഇതൊക്കെ ഇത് കൂടെ കേൾക്കും, ഇത് കൂടെ കളയും. അതാ ഒരു പോയിന്റ്. കാരണം ആൾക്കാർ എപ്പോഴും കുടുംബക്കാരാണെങ്കിലും വേറെ ആണെങ്കിലും എപ്പോഴും നെഗറ്റീവ് അല്ലെങ്കിൽ കുറ്റം കണ്ടെത്താൻ മാത്രം. എന്തൊക്കെ തെറ്റുകളുണ്ട്, നീ തെറ്റുകളില്ലെങ്കിൽ കുറവുകളുണ്ട് ഉണ്ടാക്കി പറയാനും അല്ലെങ്കിൽ ഉള്ളത് പൊലിപ്പിച്ച് പറയാനും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും അധികം പേരും. ചില വിരളമായ വിരലിൽ ഉണ്ടാവുന്ന കുറച്ച് പേര് നല്ല ആൾക്കാരുണ്ടാവും. ആ നല്ല ആൾക്കാർ കുറച്ചു കാലം ഉണ്ടാവുള്ളൂ. അങ്ങനെ പിന്നെ അങ്ങനെ പെണ്ണ് കാണലും ആ ചടങ്ങുകളും എന്റെ വീട് കാഴ്ചയും അങ്ങനെ എല്ലാ ചടങ്ങുകളും അവിടെ കഴിഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അന്നത്തെ ദിവസമാണ് നമ്മുടെ എൻഗേജ്മെന്റിന് വേണ്ടിയിട്ട് ഡേറ്റ് ഉറപ്പിക്കുന്നത്. പിന്നെ ആയിരുന്നു ഇടങ്ങി എൻഗേജ്മെന്റ് ആയിരുന്നു. അപ്പൊ അവിടുന്ന് ഒരു മാസത്തിന്റെ ഇടവേളക്ക് 2 മാസത്തിന്റെ ഇടവേളക്കായിട്ട് നമ്മളെ ഡേറ്റ് ഉറപ്പിച്ചു. എൻഗേജ്മെന്റ് ഓഗസ്റ്റോ ഒക്ടോബറോ ഏതോ മാസമായിരുന്നു തോന്നുന്നുണ്ട്. എൻഗേജ്മെന്റോ സെപ്റ്റംബർ. ഓക്കെ, സെപ്റ്റംബർ മന്തിലായിരുന്നു എൻഗേജ്. അങ്ങനെ എൻഗേജ്മെന്റ് ഡേറ്റ് എന്നായിരുന്നു? ഡേറ്റ് പറയും. ഓക്കെ, നമുക്ക് ഫോട്ടോ നോക്കാം. അങ്ങനെ തന്നെ എൻഗേജ്മെന്റ് ഉറപ്പിച്ചു. അങ്ങനെ എൻഗേജ്മെന്റ് ഡേറ്റ് ഒക്കെ ഉറപ്പിച്ചതിന് ശേഷം ഇവരെല്ലാരും പോയി. സെപ്റ്റംബർ 26 ഓർമ്മയില്ല. അങ്ങനെ അത് ഉറപ്പിച്ചു. പിന്നെ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ആയിരുന്നു. അപ്പം അത് ഇവളുടെ സൈഡിൽ വെച്ചിട്ട് നടക്കുക, പെൺവീട്ടിൽ വെച്ചിട്ട് നടക്കുക. അങ്ങനെ പിന്നെ എൻഗേജ്മെന്റ് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഡേറ്റിലേക്ക് പിന്നെ അന്നത്തേക്ക് പ്രത്യേകിച്ച് അതിന്റെ 2 വീട് കാഴ്ച കഴിഞ്ഞില്ലോ അല്ലെ? ആദ്യം പെണ്ണ് കാണല്, പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയി, പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വന്നു. അങ്ങനെ ഒന്നുമില്ലല്ലോ, ഒരു ആണില്ലായിരുന്നോ പെണ്ണ് കാണല്? അതെ ഇങ്ങോട്ട് വന്നു, പിന്നെ എൻഗേജ്മെന്റ് മൂന്നാമത്തെ. പിന്നെ എൻഗേജ്മെന്റ് വന്നു. അതിന്റെ ഇടയിലൊക്കെ വേറെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മയില്ല. പിന്നെ എന്റെ വീട് പിന്നെ നമ്മള് എപ്പോഴും മീറ്റ് ചെയ്യലുണ്ട്. പിന്നീട് അങ്ങോട്ട് പിന്നെ വ്ളോഗ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ ഇടയ്ക്ക് പിന്നെയാണ് അപ്പോഴാണ് നമ്മള് വ്ളോഗ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അച്ഛനും അമ്മയും ഇപ്പൊ ഇവന്റെ അച്ഛനും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങൾക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്യാനും വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. അല്ല, വീട്ടിലേക്ക് അങ്ങോട്ടോട്ട് പോയില്ല, പക്ഷെ നമ്മൾ പുറമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വേറൊരു വിശ്വാസം. അങ്ങനെ അതുകൊണ്ട് വീട്ടിലേക്ക് കയറാതെ പിന്നെ ഇവള് കോഴിക്കോട് വരും, ഞാന് മലപ്പുറത്തേക്ക്. അങ്ങനെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും പോവുകയൊക്കെ ചെയ്യും. അപ്പം ആ ഒരു സംഭവങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടന്നുപോയി. നമ്മൾ വ്ളോഗ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ വേറെന്താ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ നല്ല നല്ല കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. നമുക്ക് ഫ്യൂച്ചറിലേക്ക് എന്തൊക്കെ പ്ലാൻ ചെയ്യാന്നുള്ള രീതിയിൽ. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് ആ ജോലിന്റെ ഒരു റോള് മാറി, കുറച്ചുകൂടെ നല്ലൊരു റോളിലേക്ക് മാറി. അങ്ങനെ കുറച്ച് നല്ല കാര്യങ്ങൾ. ഇവളെ എൻറോൾമെന്റ് വന്നു, പോയി, എന്റെ എൻറോൾമെന്റ് വന്നു, അതിന് പോയി. അങ്ങനെ ഓരോ ഫാമിലി ആയിട്ട് നമ്മള് ഒരുമിച്ച് മാത്രല്ല ഫാമിലീസും കൂടി ഇൻവോൾവ് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഞാൻ ഇവളെ ഫാമിലിനെ മീറ്റ് ചെയ്യാൻ വന്നത് എൻഗേജ്മെന്റിന്റെ ശേഷമാണ്, മുന്നെയാണ്. എൻഗേജ്മെന്റിന്റെ മുന്നേ ആയിട്ട് ജാനുവരിയിൽ ഇവിടെ എൻറോൾമെന്റ് ഉണ്ടായിരുന്നു. ജാനുവരി ഉള്ള ഫാമിലിനെ ഫാമിലി വെച്ചാല് വീട്ടില് വന്ന ആ കാര്യം പെണ്ണ് കാണല് കഴിഞ്ഞതിന്റെ ശേഷം അല്ലെ? ശേഷല്ലേ? അല്ല, പെണ്ണ് കാണല് മുന്നെയാണ്. ആദ്യം വിട്ടുപോയതാ. നമ്മളെ ഫുൾ ഫാമിലിനെ ഞാൻ മീറ്റ് ചെയ്യുന്നത് അന്നാണ്. ഫെബ്രുവരി ജാനുവരിയിൽ ഇവിടെ LLBന്റെ എൻറോൾമെന്റ് ഉണ്ടാകും. അത് ഇവിടെ വെച്ചിട്ടായിരുന്നു, എറണാകുളം ഹൈക്കോർട്ട് വെച്ചിട്ടില്ല, അവിടെ വെച്ചിട്ടായിരുന്നു. അപ്പൊ അതില് ഞാൻ വരണമെന്ന് വെക്കും താല്പര്യം ഉണ്ടായിരുന്നു, എനിക്കും ഇഷ്ടമായി. പിന്നെ അവളുടെ വീട്ടുകാരെന്ന് വിചാരിക്കുമോ എന്നുള്ളൊരു ഇതൊക്കെ എനിക്കുണ്ടായിരുന്നു. പിന്നെ എന്റെ വീട്ടുകാർക്കും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്റെ വീട്ടില് പറഞ്ഞു. പക്ഷെ അന്ന് ഞങ്ങൾക്ക് അവരുണ്ടായിട്ടൊരു ഞങ്ങൾക്ക് നല്ല ഫ്രീഡം ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഞങ്ങൾ കറങ്ങാനൊക്കെ പോയി, നമ്മൾ ഒരുമിച്ച് എല്ലാരും കൂടെ. പറഞ്ഞേ. അങ്ങനെ ഞാൻ
ഫെബ്രുവരി ഇപ്പൊ നമ്മള് 2 weeks പറ എല്ലാവർക്കും ബോറടിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മള് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇവര് കാറിനാ പോയത്. അപ്പൊ ഞാന് കാറിന് അങ്ങനെ പോവാന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല. അപ്പൊ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് വിട്ട് ചെയ്തു, പൂച്ചയും കൂടെ വന്നോട്ടെ. അപ്പൊ പിന്നെ അത് വേണ്ട, ഓൾറെഡി ഞാൻ ട്രെയിൻ ബുക്ക് ചെയ്ത്. എന്നിട്ട് 1-2 ദിവസമോ എന്തായാലും ഞായറാഴ്ച അല്ലേ എൻറോൾമെന്റ്. അപ്പൊ ഒരു ഞായറാഴ്ച ആയിരുന്നു. അപ്പൊ ഞാനൊരു ഞായറാഴ്ച ലീവ് ഒക്കെ, എനിക്ക് ഞായറാഴ്ച ഒന്ന് വർക്കിംഗ് ആയിരുന്നു. എനിക്ക് അന്ന് ഞായറാഴ്ച വർക്കിംഗ് ആയിരുന്നു. അപ്പൊ ഞാന് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ആയിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഒരു ദിവസം ലീവ് എടുത്തിട്ട് അവിടുന്ന് പോയത്. അങ്ങനെ ട്രെയിൻ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത്. എന്റെ വീട്ടുകാർക്ക് വലിയ ഇതൊന്നുമില്ല, അവിടെ പോയി ഒരു ഇഷ്ടാവും അങ്ങനത്തെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ട് ഇവരെ ഫാമിലിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് മീറ്റ് ചെയ്ത സമയത്ത് വെച്ചാല് ഞാനൊരു റൂമൊക്കെ ബുക്ക് ചെയ്ത് എറണാകുളത്ത് സ്റ്റേ ചെയ്ത്, ഹൈക്കോർട്ടിന്റെ അടുത്ത് തന്നെ ഏകദേശം ടൗൺ ആ ഒരു ഏരിയയില് ഹൈക്കോർട്ടിന്റെ അവിടെ ഒരു റൂമൊക്കെ എടുത്ത് ബുക്ക് ചെയ്ത് അവിടെ നിൽക്കരുത്. ഇവര് പിന്നെ പുലർച്ചയ്ക്ക് എത്തുക ചെയ്തത്. ശനിയാഴ്ച പുലർച്ചയ്ക്ക് എത്തി. അവിടുന്ന് അച്ഛൻ്റെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു. നിങ്ങളെ ഡയറക്റ്റ് എൻറോൾമെന്റ് കയറണോ അല്ലെങ്കിൽ അവിടെ പോയിട്ട് പോവുകയാണ്? എൻറോൾമെന്റ് കഴിഞ്ഞിട്ട് പോയി. ഓക്കെ, അപ്പൊ എന്നിട്ട് ഇവരെന്ത് ചെയ്തു, ഡയറക്റ്റ് എൻറോൾമെന്റ് വേണ്ടി കേറാൻ നിന്നു. അപ്പൊ ഞാൻ അവിടുന്ന് ഒരു ഓലയില ഊബറിൽ ഏതോ ഒരു ഓലയിൽ തൂങ്ങിയിട്ടാണോ വന്നത്? അങ്ങനെ പിന്നെ ഇവിടെ കോഴിക്കോട് അതില്ലായിരുന്നു ആ സമയത്ത്, ഇപ്പോഴൊക്കെ വന്ന്. അപ്പൊ ആ സമയത്ത് അവിടുന്ന് ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഓലയിൽ ഒരു ഓട്ടോ ഒക്കെ ബുക്ക് ചെയ്ത്. എന്നിട്ട് അതിന്റെ മുന്നേ ഒരു ത്യാഗം ഉണ്ട്. ഇവള് പറഞ്ഞു എന്റെ അടുത്ത് എനിക്ക് ബൊക്ക വേണം പറഞ്ഞു. അപ്പൊ ഓർമ്മയില്ലേ എനിക്ക്? എന്നാ എന്റെ മനസ്സിൽ തന്നെ തോന്നിയൊരു സാധനം. നീ തന്നെ കൊണ്ടുതന്നത്, ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ എനിക്ക് ബൊക്ക തരണം എന്ന് പറയാനെങ്കിൽ അങ്ങനെ എന്തോ ഒരു സംഭവം പറഞ്ഞിട്ടില്ല. മുന്നേ ഏതോ റീലൊക്കെ ഞാൻ അയച്ചു തരുന്നതിൽ ഏതോ ഒരാൾ ഇങ്ങനെ എൻറോൾമെന്റ് പോയി ബൊക്ക എടുക്കുന്ന അങ്ങനെ സർപ്രൈസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചു അങ്ങനെ ചെയ്താലോന്നൊരു തോട്ടുണ്ട്. അങ്ങനെ ഞാൻ പുലർച്ചെ തലേ ദിവസം എന്റെ ഫ്രണ്ടിനെ എടുത്ത് വെച്ചാൽ അത് എറണാകുളത്തൊക്കെ ഉണ്ട്, അവിടെ ടൗണിലൊക്കെ കിട്ടുന്നതാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, രാവിലെ എണീച്ചയ്ക്ക് 1-2 സാധനങ്ങൾ വാങ്ങാണ്ട്. ഞാൻ തോർത്തും ബ്രഷും എടുത്തിട്ടുണ്ടായില്ല, ഡ്രസ്സ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് മേടിക്കാൻ വേണ്ടി രാവിലെ 7 മണിക്കൊക്കെ ഇറങ്ങി ഹോട്ടലിൽ ഇറങ്ങി നടന്ന് ഒരുപാട് അങ്ങ് എത്തി. ഒരു 4-5 കിലോമീറ്റർ അപ്പുറം പോയപ്പോഴാണ് ഒരു പൂക്കട കണ്ടത്. അങ്ങനെ അയാളാണെങ്കിൽ വേറെ ഏതോ കല്യാണ പരിപാടിക്ക് വേണ്ടി വലിയ ഓർഡറിന് വേണ്ടി സാധനം ഉണ്ടായിക്കോളി. പിന്നെ അവിടെ കുറെ വെയിറ്റ് ചെയ്തു. തിരിച്ചു വരുമ്പോഴാണ് ഞാൻ നിൽക്കുന്ന ഹോട്ടലിലേക്ക് 5 കിലോമീറ്റർ പോകണം എന്ന് വെച്ചിട്ട് ഞാൻ അവിടുന്ന് വീണ്ടും ഒരു ഓട്ടോ ബുക്ക് ചെയ്തു പോലെ. എന്നിട്ട് ഞാൻ തിരിച്ച് റൂമിൽ പോയി ആ ബൊക്കെയൊക്കെ ഇത് മറ്റേ ഡയറി മിൽക്കിന്റെ പരസ്യമില്ലേ. അങ്ങനെ പിന്നെ അതൊക്കെ ബുക്ക് ചെയ്ത് അങ്ങനെ എന്നിട്ട് അവിടെ എത്തി ഡ്രസ്സൊക്കെ മാറി, വെള്ള ഷർട്ടും ഒരു കറുപ്പ് പാൻറ്റൂട്ട്, ഞാനും കറുപ്പ് എന്റെ പച്ച പാൻറ് ഏതൊരു പാൻറ്റൂട്ട്. അങ്ങനെ എന്നിട്ട് ഞാൻ ഇൻസൈഡ് ഒക്കെ ചെയ്ത് മറ്റേ ചെണ്ടക്കോല് എടുത്തൊരു ബാഗ് ഉണ്ട്. ഞാൻ എപ്പോഴും ഒരു സൈഡ് ബാഗ് ഇട്ടിട്ട് നടക്കുക. ആ ഒരു ബാഗും തൂക്കി ആ കഷ്ടപ്പെട്ട ബൊക്കെയൊക്കെ പിടിച്ച ഓട്ടോയും ബുക്ക് ചെയ്ത് അവിടെ എത്തിയിട്ട് ഇവര് കയറാൻ നിൽക്കുക. വെച്ചാൽ പിന്നെ ഫാമിലിയിൽ 3 പേർക്കേ കയറാൻ പറ്റുള്ളൂന്നോ അങ്ങനെ എന്തൊക്കെയോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ എത്തിയ ഈ ബൊക്ക ശരിക്കും പരിപാടി കഴിഞ്ഞിട്ടാ ബൊക്ക കൊടുക്കുന്നത്. ഞാൻ കണ്ട അവിടെ സന്തോഷിച്ചിട്ട് ഞാൻ ബൊക്ക എടുത്താണ് കൈ കൊടുത്തു. അപ്പൊ തന്നെ അവളുടെ അമ്മ ഈ ബാഗിലേക്ക് മാറ്റിച്ച് സൈഡിലെ സഞ്ചിയിലേക്ക് മാറ്റിച്ച്. അവരുടെ സൈഡിൽ നിന്ന് വെച്ചാൽ ഇതൊക്കെ ഓൾറെഡി അറിഞ്ഞ് അവർ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയതുകൊണ്ടായിരിക്കും അവരുടെ സൈഡിൽ നിന്ന് പ്രത്യേകിച്ച് എതിർപ്പോ അല്ലെങ്കിൽ ഒരു നീരസം അങ്ങനെ ആരും പ്രകടിപ്പിച്ചില്ല. അവരൊക്കെ നല്ല പ്രസന്നവതിയായിട്ടുള്ള മുഖത്തോടു കൂടി തന്നെ അമ്മയായാലും ബ്രദറായാലും അച്ഛനായാലും ഒക്കെ എന്താ സ്വീകരിച്ചത്. കൈ ഷെയ്ക്കാൻ്റെ ഒക്കെ തന്നു. അച്ഛന്റെ ഷെയ്ക്കാൻ്റെ ഭയങ്കര കാഠിന്യമുള്ള ഷെയ്ക്കാൻ്റെ അങ്ങനെ ഷെയ്ക്കാൻ്റെ ഒക്കെ തന്നു. തോളത്തിന് തട്ടൊക്കെ തട്ടിയിട്ട് അങ്ങനെ പിന്നെ അവിടുന്ന് കാര്യമൊക്കെ പറഞ്ഞ് എങ്ങനെ വന്നൊക്കെ ചോദിച്ചു. പിന്നെ അകത്തേക്ക് കയറാനുള്ള തിരക്കായിരുന്നു. പിന്നെ എനിക്ക് അകത്തെത്തിപ്പെട്ട് പിന്നെ ഇവിടെ എൻറോൾമെന്റ് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കലും കൂടെ വന്ന് വീഡിയോ എടുക്കലും അങ്ങനെ പിന്നെ ഞങ്ങള് വിചാരിച്ചു വെച്ചാൽ അവിടുന്ന് ടാറ്റ പറഞ്ഞിട്ട് പോകേണ്ടി വരും. ഇവിടെ ഫാമിലിനോട് ഞാൻ തിരിച്ച് വീട്ടിലേക്കും അല്ലാതെ എന്റെ ഫ്രണ്ട് ഉണ്ട് അവിടെ, അവന്റെ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ട് ഒരു ദിവസം അങ്ങനെ കറങ്ങി വരാന്നുള്ള രീതിക്ക് ഞാൻ പ്ലാൻ ചെയ്തത്. എന്നിട്ട് പിന്നെ ഇവളെ അച്ഛൻ എന്ത് ചെയ്തു, ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് അവളുടെ അച്ഛന്റെ ഓഫീസിൽ ഇവർക്ക് 4 പേർക്കും കൂടെ എനിക്കൂടെ ഉള്ള ഫുഡ് അവളെ അച്ഛൻ പറഞ്ഞു. അപ്പൊ എനിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇമോഷണലി കുറച്ച് കണക്ട് ആയി. അപ്പൊ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പൊ എനിക്കും നമ്മളെ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ഒരാളടുത്ത് നമുക്കൊരു റെസ്പെക്റ്റും
ആ ഒരു സംഭവമൊക്കെ വരുമല്ലോ, സൗണ്ടൊക്കെ അപ്പൊ ആ ഒരു സംഭവം എനിക്കും ഫീൽ ചെയ്ത് തുടങ്ങി. അപ്പൊ ഞാനും ഉള്ള ഫാമിലിയിലോട് കുറച്ച് കംഫർട്ടായി. അങ്ങനെ ഞാനും ഓരോ ഇഷ്ടപ്പെടാൻ. കാരണം ഈ ഫസ്റ്റ് ആയിട്ടാണ് മീറ്റ് ചെയ്യണത്, ഒരിക്കലും അങ്ങനെ ബാഡ് അടിക്കേണ്ട രീതിയിൽ അവരങ്ങനെ പെരുമാറൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ എന്താ പറയാ, അങ്ങനത്തെ ഒരു ബാഡ് എക്സ്പീരിയൻസ് എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ അവരുടെ ഭാഗത്ത്. അവര് അക്സെപ്റ്റ് അപ്പൊ ചെയ്തു. എനിക്ക് മനസ്സിലായത് പ്രശ്നം അച്ഛനും അമ്മയ്ക്കും അല്ല, മറ്റുള്ളവർക്കാണ് പ്രേമിക്കുന്നതിന്റെ പ്രശ്നം. അല്ലെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ അച്ഛനും ഞങ്ങളെ കാണാൻ പോലും സമ്മതിക്കണ്ടല്ലോ. കാരണം എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല, പെണ്ണ് കാണല് കഴിഞ്ഞിട്ടില്ല. അതിന് മുന്നേ നമ്മൾ അങ്ങനെ മീറ്റ് ചെയ്യാനും ഉണ്ടാക്കാനൊക്കെ സമ്മതിക്കണം എന്നുണ്ടെങ്കിൽ അവരത്രയും നമ്മളെ, അതായത് എന്റെ സന്തോഷം കാണുന്നുണ്ട്, എന്റെ സന്തോഷമാണ് വലുതെന്ന് മനസ്സിലാക്കുന്നുണ്ടല്ലേ അങ്ങനെ. അതിന്റെ മുന്നേ പല രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ ബ്ലെയിം ചെയ്യാനും കുറ്റം പറയാനും സങ്കടം പറയാനും ഇതാക്കാനൊക്കെ നിന്നെങ്കിലും ഒരു വിധത്തിൽ അവർ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയതിന്റെ ശേഷം പിന്നീട് എന്നെ അവരിൽ ഒരാളായിട്ടാണ് ഒരു കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളെ ഭാഗത്തൊന്നും അങ്ങനെ ഒരു ഇതില്ലല്ലോ. നമ്മളങ്ങനെ എടുത്ത് ചാടിയിട്ട് ഇപ്പം എടുത്ത് ചാടിയിട്ട് ഞാൻ അന്ന് സംഭവം എന്താ വെച്ചാല് നിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ, അല്ലെങ്കിൽ നിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ബാഡായിട്ട് നമ്മൾ അങ്ങനെ എടുത്ത് ചാടിയിട്ട് ഇപ്പൊ എത്രയോ ആൾക്കാർ അങ്ങനെ ഒളിച്ചോടി പോകുന്നു. അങ്ങനെ അതൊക്കെ പല സിറ്റുവേഷൻസ് കാരണമാണ്. ചില വീട്ടിലൊക്കെ പല സിറ്റുവേഷൻസ് ആയിരിക്കും, അത് നമുക്കറിയില്ല. എന്നാലും കൂടി നമ്മളങ്ങനെ വേറെ എടുത്ത് ചാടിയിട്ടുള്ള പരിപാടികളോ അല്ലെങ്കിൽ വേറെ വേണ്ടാത്ത കാര്യങ്ങൾക്കൊന്നും എടുത്ത് ചാടിയിട്ട് പോലൊന്നും ചെയ്യാതെ നമ്മുടെ അച്ഛനും അമ്മേന്റെയും രണ്ടു പേരുടെ വീട്ടിലും അച്ഛനും അമ്മേന്റെയും സമ്മതത്തോടെ നമ്മള് അവരുടെ സമ്മതത്തോടെ അവരുടെ ഇതോടുകൂടി നമ്മൾ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ അവർക്കത് അത് നല്ല കാര്യമാണ് എന്നുള്ളൊരു ഇതുകൊണ്ടാണ് അവർ അത്രയും ഫ്രീഡും അവരെ അത്രയും ട്രസ്റ്റ് അവർ ഇതാക്കുന്നത്. നേരെ മറിച്ചാണെന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കൂലല്ലോ. അങ്ങനെ പിന്നെ എനിക്കത് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. വെച്ചാല് എന്നെ അവരിൽ ഒരാളായിട്ട് കണക്കൂട്ടി അതിരി കടന്നു പോകൂല എന്നുള്ളൊരു വിശ്വാസം അവർക്കുള്ളതുകൊണ്ടാണ്. അപ്പൊ അവര് എനിക്ക് വേണ്ടിട്ട് ഒരു ഫുഡ് കരുതിയതും അല്ല എന്നെ കൂടെ കൂട്ടിയത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇമോഷണലി കണക്ട് ആയി. അപ്പൊ എനിക്കും അതൊരു എന്റെ ഫാമിലി കൂടിയാണെന്നുള്ളൊരു തോട്ടൊക്കെ വന്നു. അപ്പൊ അവരെന്നെ അക്സെപ്റ്റ് ചെയ്തപ്പോ എനിക്കത് തോട്ട് പോയി. എന്റെ വീട്ടിലാണെങ്കിലും ഇവിടെ മോളെ എന്നൊക്കെ വിളിക്കാനും അതേപോലെ തന്നെ ഇവനെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മേനെ വീഡിയോ കോൾ ചെയ്യും, ആ ചേച്ചിനെ വീഡിയോ കോൾ ചെയ്യും. പിന്നെ അമ്മ ചേച്ചിക്ക് നമ്പർ വിളിക്കലും. ബ്രദർ പിന്നെ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ്. അവന് പിന്നെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അച്ഛനും അമ്മയെ പറയണതും ഓക്കെ, ഞാൻ പറയണതും ഓക്കെ. എന്റെ ഭാഗം ഭാഗം നിന്ന് പറയും ചെയ്യും, അച്ഛനും അമ്മേന്റെ ഭാഗം ന്യൂട്രൽ ആയിട്ട് നിൽക്കും. ഓപ്ഷൻ ഇല്ലല്ലോ. അതെ, അവരെന്ത് ചെയ്യാൻ, എന്റെ പക്ഷത്ത് നിൽക്കാന്ന് പറഞ്ഞാൽ അവനും അങ്ങനെ പ്രേമിക്കുന്നൊന്നും സീനില്ലാത്ത ആളാണ്. അപ്പൊ അവൻ അതിന്റെ ഭാഗത്ത് നിൽക്കും. അച്ഛനവനെ വിഷമിക്കാൻ പറ്റും അതില്ല, അപ്പൊ അവരെ ഭാഗത്ത് നിൽക്കും. അങ്ങനെ അല്ല, അങ്ങനെയാണ് നിക്കാൻ ശരിക്കും. അപ്പൊ വേറൊരു ഓപ്ഷൻ ഇല്ലാത്തോണ്ട് അങ്ങനെ. അപ്പൊ നമ്മള് സെയിം ഏജ് ഗ്രൂപ്പ് ആണ്. എന്നെ ഉറപ്പിക്കാത്ത എന്താ വെച്ചാൽ നാളെ നീ അവനെ ഇങ്ങനെ പ്രേമിച്ചല്ലെങ്കിൽ അങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം. അപ്പൊ അങ്ങനെ പിന്നെ നമ്മള് പിന്നെ സെയിം ഏജ് ഗ്രൂപ്പ് ആണ്. അതേപോലെ തന്നെ എന്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ട് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്ന് രണ്ട് കോമൺ ഫാക്ടേഴ്സ് വേറെ ഉണ്ട്. അപ്പൊ ആ ഒരു വഴി കൂടി നമ്മൾ കുറച്ച് കണക്ട് ആയി അവളുടെ ബ്രദർ ആയിട്ട്. അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഏകദേശം അവളുടെ ഫാമിലി ആയിട്ട് എന്റെ ഫാമിലി ഞാനൊക്കെ കണക്ട് ആയി. അതിന് ശേഷമാണ് പെണ്ണ് കാണലും ഈ എൻഗേജ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായി. കൂടെ പിന്നെ നമ്മള് എല്ലാ പരിപാടിക്ക് വെച്ചാല് ഇവളുടെ പിറന്നാളിലോ എന്റെ പിറന്നാളിലോ അതിന്റെ ഇടയിൽ കൂടെ വാലന്റൈൻസ് ഒക്കെ മീറ്റ് ചെയ്യും, ഗിഫ്റ്റ് കൊടുക്കും. അതൊക്കെ നമ്മള് ഗിഫ്റ്റ് അൺബോക്സിംഗ് ഒക്കെ വേറെ ഒന്നെങ്കിൽ ഇതിന്റെ കൂടെ ഞാൻ കാണിച്ചു തരാം, അല്ലെങ്കിൽ നമുക്ക് വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് ഒരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. ഞാൻ ഇവന് കൊടുത്ത ഗിഫ്റ്റുകളും ഇവൻ എനിക്ക് തന്ന ഗിഫ്റ്റുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിന്റെ ഒരു വീഡിയോ നമുക്ക് ചെറിയൊരു കുഞ്ഞു വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ അതൊക്കെ അതിന്റെ ഇടയിൽ കൂടെ നടക്കലുണ്ട്. എന്താ പറയാ, എല്ലാരും സമ്മതത്തോടു കൂടിയാണെന്ന് വെച്ചാൽ അല്ല, സമ്മതിക്കൊന്നുമില്ല. സ്റ്റിൽ നമുക്ക് കാണണം തോന്നുമ്പോ നമ്മൾ കാണും. വീട്ടില് പറയാറൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ ഇറങ്ങും. മെയിൻ ആയിട്ട് ഇറങ്ങുന്നത് അമ്മ എനിക്ക് മീറ്റിംഗ് ഉണ്ട്, കണ്ണൂരാണ്, മലപ്പുറത്താണ്, ഇവൻ ഇറങ്ങും. ഞാൻ എന്താ പറയാ, എനിക്ക് പിന്നെ അധികം ഇന്റേൺഷിപ്പ് കാര്യങ്ങള് ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്. അത് റിലേഷനിലായി പെണ്ണാളന്റെ മുന്നേ ഇത് വീട്ടിൽ അറിയുന്നതിന് മുന്നേ ഒക്കെ നമ്മള് ഇന്റേൺഷിപ്പ് അത് ഇതൊക്കെ പറഞ്ഞോള് കാലിക്കറ്റ് കുറെ വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെയാണ് നമ്മൾ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനും കൂടുതൽ സമയം ഒരുമിച്ച് ചെലവഴിക്കാനുള്ള ടൈമൊക്കെ കിട്ടിയത്. അപ്പൊ അങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഇതിന്റെ ഇടയിൽ കൂടെ നടന്നിട്ട് ഞാൻ മെയിൻ സ്റ്റോറി മാത്രം ഫോക്കസ് ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഈ അടുത്തൊന്നും തീരില്ല. ഇതിപ്പോ തന്നെ നല്ല ലെങ്ത് ആയിട്ടുണ്ടോ.
അപ്പൊ അങ്ങനെ ഒരു വിധത്തിൽ ഈ കാര്യങ്ങളൊക്കെ നടന്നു. അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും വിട്ടു കിട്ടുന്നോ കറക്റ്റ് അറിയില്ല. അത് സ്ക്രിപ്റ്റഡ് ഒന്നല്ലല്ലോ, നമ്മള് തലേന്ന് അപ്പൊ ഓർമ്മ വരുന്ന സാധനങ്ങൾ പറയുക. പിന്നെ തന്നെ പിന്നെ പെണ്ണ് കാണല്, പിന്നെ എൻഗേജ്മെന്റ് ആയി. സെപ്റ്റംബറിലായിരുന്നു എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു 6 month ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ആ 6 month ഗ്യാപ്പ് കഴിഞ്ഞിട്ട് എൻഗേജ്മെന്റ് പിന്നെ എടുത്തു പറയാൻ നമ്മള് രണ്ട് വീട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വീടിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു 6 മാസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു കൊടുത്തതായിരുന്നു. സ്റ്റേബിൾ ആയി വരിക. എങ്ങനെയാണെങ്കിലും 1 year അല്ലെങ്കിൽ 6 മാസം അല്ലെങ്കിൽ ഒരു 1 year ഗ്യാപ്പ് എങ്ങനെയാണെങ്കിലും ഉണ്ടാവുമല്ലോ. കുറച്ച് മാസങ്ങൾ ഉണ്ടാവുമല്ലോ ഗ്യാപ്പ് നമ്മൾ ഇടുമല്ലോ, നമ്മൾ എൻഗേജ്മെന്റും മാരേജിനും ഇടയിൽ. അത് കഴിഞ്ഞിട്ട് എനിക്ക് അതിന്റെ ഇടയിൽ വീടിന്റെ കാര്യം സെറ്റ് ആക്കാനൊക്കെ കൂടിയായിരുന്നു. അപ്പൊ എൻഗേജ്മെന്റ് ആണെങ്കിൽ നമ്മള് രണ്ടുപേരും കാര്യമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു വെച്ചാല്, വീഡിയോഗ്രാഫിന്റെ കാര്യങ്ങൾ, ഫോട്ടോഗ്രാഫിന്റെ കാര്യങ്ങൾ നമ്മളൊക്കെ അറേഞ്ച് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ സെലക്ട് ചെയ്തു. പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെലക്ട് ചെയ്യാനും അതിനൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും വിളിക്കലും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നമ്മളെ വിചാരിച്ച പോലെ തന്നെ. അപ്പൊ നമ്മളെ ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും നമ്മളെ എൻഗേജ്മെന്റ് വീഡിയോ ഒക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നമ്മളെ ചാനലില്. മാരേജിന്റെ വീഡിയോ ഹൈലൈറ്റ് ഒക്കെ നമ്മളെ കയ്യിലുണ്ട്, നമുക്ക് അതൊക്കെ പോകുന്ന വഴിക്കിടാം. അപ്പൊ നമ്മള് എന്തായാലും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ അപ്പൊ പോകുന്നുള്ള ജേർണി ഒക്കെ നിങ്ങൾക്ക് തുടരെ കാണാൻ പറ്റും. പിന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞു 6 മാസം കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് May 4 കല്യാണം. May 4 നമ്മുടെ കല്യാണം. ഇപ്പം ഒരുപാട് ടെൻഷനും ഒരുപാട് എക്സൈറ്റ്മെന്റും ഒരുപാട് ഹാപ്പിനെസ്, ഒരുപാട് എന്താ പറയാ, എല്ലാ ഫീലിങ്സും ഉണ്ട് സത്യം പറഞ്ഞാൽ. കല്യാണം എന്ന് പറഞ്ഞാൽ വലിയൊരു കടമ്പയാണ് സത്യം പറഞ്ഞാൽ. ഞാനൊക്കെ ആലോചിക്കായിരുന്നു, ഈ കല്യാണ പെണ്ണുകളൊന്നും ചിരിക്കാത്തെന്ന് എനിക്ക് ഇങ്ങനെ ഒരു ഫേക്ക് അല്ല, എന്താ പറയാ, ഒരു ഓപ്പൺ അപ്പ് ആയിട്ട് നിൽക്കാത്ത എന്താ ഫേസ് ഒക്കെ ആകെ ഒരു ഇതുപോലെ. പക്ഷെ എനിക്ക് ആ കല്യാണത്തിന്റെ സമയത്ത് മനസ്സിലായി, എത്രത്തോളം ടെൻഷൻ ഉണ്ട്, എക്സൈറ്റ്മെന്റ് ഉണ്ട്, സന്തോഷമുണ്ട്, ഇനി എന്തായിരിക്കും എന്നുള്ള ആകാംക്ഷ എല്ലാം. എന്താ പറയാ, മൊത്തത്തിലൊരു ഇതായിരുന്നു, ഒരു മിക്സഡ് ഫീലിങ്സ് ആയിരുന്നു സത്യം പറഞ്ഞ മാരേജ്. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. അങ്ങനെ ഒരുപാട് അങ്ങനെ അത് എക്സ്പീരിയൻസ് ചെയ്തു. 6 months പറയുമ്പോ നമ്മള് വിചാരിക്കാൻ തുടങ്ങിയാൽ 6 മാസം ഉണ്ടല്ലോ. വലിയ ഒരുക്കങ്ങളൊക്കെ ചെയ്ത് വന്ന് പർച്ചേസ്, അതിന്റെ ഒക്കെ വ്ളോഗൊക്കെ നിങ്ങൾ കാണണം. പർച്ചേസിന് വേണ്ടി ഇറങ്ങിയത് കഷ്ടപ്പാടായിരുന്നു. നല്ല ചെലവും ഉണ്ട്, നല്ല കഷ്ടപ്പാടും ഉണ്ട്, നല്ല എഫേർട്ടും ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ കല്യാണം വരെ എത്തിക്കാൻ നമ്മൾ ഒരുപാട് പാട് വിട്ടു. അപ്പൊ ഇത്രയും നമ്മളെ ഈ ഒരു ജേർണി നമ്മൾ മനസ്സിലാക്കി ഇത്രേ ഉള്ളൂ. നമ്മൾ തമ്മിലുള്ള അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് അതുപോലെ ഇരിക്കും നമ്മുടെ മാരേജ് വരെ എത്തുന്ന കാര്യങ്ങളൊക്കെ. അതിന്റെ ഇടയിൽ നമ്മളിപ്പോ നമ്മൾ ഈ ചില സിനിമകളിലൊക്കെ കാണുന്ന പോലെ അരഞ്ചുറ്റി പ്രണയം മാത്രല്ല, അതിന്റെ ഇടയിൽ ഒരുപാട് സിറ്റുവേഷൻസ്, നമ്മൾ ഹാർഡ് സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം ഓൾവേസ് സ്റ്റിക്ക് ടുഗദർ, ഓൾവേസ് ബി റെഡി ഫോർ ദ കോൺസിക്വൻസസ്, ഓൾവേസ് ബി റെഡി ഫോർ ദ പാത്ത് ഹാർഡ്. നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസിനെക്കാട്ട് ഹാർഡർ ആയിട്ടുള്ള സിറ്റുവേഷൻ നാളെ ഫേസ് ചെയ്യേണ്ടി വരും. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ആവശ്യമുണ്ടാവും. ചില സമയത്ത് ഇവള് 0% ഇരിക്കുക ബാറ്ററി ഹെൽത്ത്, ഞാൻ 100% അപ്പൊ ഞാൻ ഇവളെ ടോപ്പ് അപ്പ് ചെയ്ത് കൊണ്ടുവരണം. നേരെ തിരിച്ചു വരുമ്പോൾ ഇവളെ തന്നെ ടോപ്പ് അപ്പ് ചെയ്യണം. ചിലപ്പോൾ രണ്ടുപേരും ഡൗൺ ആയിരിക്കും. അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയെങ്കിലൊക്കെ സെറ്റാക്കി കൊണ്ടുവരണം. അങ്ങനെയായാലും നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഭയങ്കര ഇതിൽ സപ്പോർട്ടീവായിട്ട് നിന്നാൽ മാത്രമേ ഉള്ളൂ റിലേഷൻഷിപ്പ് സക്സസ് ആവുള്ളൂ. പക്ഷെ പുറത്തുനിന്ന് ഏതൊരാളെ ഉള്ളിലേക്ക് നമ്മൾ കടത്തിയാലും റിലേഷൻഷിപ്പ് വിൽ വേഴ്സർ ദാൻ യു എക്സ്പെക്ട്. അതായത് നമ്മളെ ഇടയിൽ ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി പുറത്തുനിന്ന് നമ്മൾ തന്നെ സോൾവ് ചെയ്യണം. എത്ര ഒരു തേർഡ് പേഴ്സൺ ആരായാലും തന്നെ അവരെ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയായിരിക്കും നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ചിലപ്പോ ഞാൻ എത്ര നല്ല ആളാണെന്നുള്ള കാര്യം അവർക്ക് അറിയില്ല, ഇവക്കറിയാൻ പറ്റും. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ അവര് കാണുമ്പോ വെച്ചാൽ ഞാൻ ചീത്തൊരു ആളാണെന്ന് വെള്ളത്ത് പറഞ്ഞ് അങ്ങനെ അതാക്കി കഴിഞ്ഞാൽ അവർക്ക് എന്നോടുള്ള ആ ദേഷ്യം കൂടും. നേരെ തിരിച്ചു. അപ്പൊ അങ്ങനെ ഒരാളെ നമ്മൾ തേർഡ് പേഴ്സണെ നമ്മളെ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആക്കാൻ പാടില്ല. നമ്മളെ രണ്ടുപേരെയും നമുക്ക് രണ്ടുപേർക്കും അറിയുള്ളൂ നമ്മളെത്ര നല്ലതാണ്, നമുക്ക് എത്ര ചീത്താണ്, നമുക്ക് എന്തൊക്കെ നല്ല സ്വഭാവമുണ്ട്, ചീത്ത സ്വഭാവമുണ്ട്, പ്രീവിയസ്ലി നമ്മൾ എന്തൊക്കെയാണ്, നമ്മളെ പാസ്റ്റ് എന്താണ്, ഈ സാധനങ്ങളൊക്കെ ഇവക്ക് എന്റേത് ഇവക്കും നല്ലോണം അറിയാം. രണ്ടും സെയിം ആണല്ലോ. ഇവളത് എനിക്കും
എൻ്റെ ഇവക്കും നല്ലോണം അറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മള് തമ്മിലുള്ള ആ ഒരു ബോണ്ട് കൂടുതൽ ഇതാണ് കാരണം. അപ്പൊ നമുക്ക് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ, എനിക്കൊരിക്കലും ഇവളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല, ഇവക്ക് എന്നെ ഇമ്പ്രസ് ചെയ്യാൻ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. നമ്മൾ റോ ആയിട്ട് അല്ലെങ്കിൽ ട്രൂ സോൾലി നമ്മൾ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുവരെ നിന്നിട്ടുള്ള, ഇനി അങ്ങോട്ട് നിൽക്കേണ്ടത് വെച്ചാല് ഏത് പാർട്ട്നേഴ്സ് ആയാലും നമ്മൾ തുടക്കത്തിൽ കുറെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി കുറെ തോടിയാരും കാണിച്ചു കൂട്ടിയാണ്ട് ഒരു പോയിന്റ് എത്തുമ്പോൾ ഒരു പോയിന്റ് നമ്മളെന്താണെന്നുള്ളത് അവരെന്താന്നുള്ളത് നമ്മളും അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് എത്തുമ്പോ കുറച്ച് കഴിയുമ്പോ നമുക്ക് മടുക്കുകയും ചെയ്യും, പിന്നെ ഫുൾ അഭിനയായിരിക്കും. പിന്നെ അപ്പൊ ആ ഒരു നമ്മളെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആരാണ് എന്താണ് എന്നുള്ളത് നമ്മളെ മൊത്തത്തിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി നിന്നാൽ നമുക്ക്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ക്ഷമ പഠിച്ചത് റിലേഷൻഷിപ്പിലായതിനു ശേഷം. അപ്പൊ ആ ഒരു ക്ഷമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാക്ടർ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. വെച്ചാല് അവളെ സൈഡിൽ നിന്ന് വേണം, എന്റെ സൈഡിൽ നിന്ന് വേണം. പക്ഷെ എനിക്ക് തീരെ ഇവളെ പോലെ തന്നെ ഞാനും വീട്ടിലെ ഇളയ കുട്ടിയായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഷോർട്ട് ടെമ്പേർഡായിരുന്നു, വാശി അതൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇവക്ക് ഓരോ കാര്യങ്ങൾക്ക് എന്താ പറയാ വിട്ടുകൊടുക്കാന്നൊക്കെ അറിയില്ലേ, അങ്ങനെ ചെയ്ത് പിന്നെ എനിക്ക് കുറെ ക്ഷമയൊക്കെ കിട്ടി. അങ്ങനെ തന്നെ ഞാനും കുറെ ക്ഷമാശീലം പഠിച്ചു. അതുകൊണ്ട് എനിക്ക് ലൈഫിൽ ഒരുപാട് കരിയറിലായാലും എൻ്റെ പേഴ്സണൽ ലൈഫിലായാലും കുറെ ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാ സമയത്തും ഞാൻ താങ്ക്ഫുൾ ആണ്. പിന്നെ ഇവളുടെ സൈഡിൽ നിന്നാണ് ഇവള് അതേപോലെ തന്നെ ഭയങ്കര കെയറിങ്ങും അതും ഇതൊക്കെ കിട്ടി. ഇവളെ പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് അങ്ങനെയൊക്കെ ഇതായി വേണ്ടതൊക്കെ അപ്പപ്പോ ചോദിച്ച് അപ്പപ്പോ തന്നെ കിട്ടി, അങ്ങനെയൊക്കെ ഉള്ള ഇതൊന്നും വന്നതാണ്. അപ്പൊ ഇവളായാലും എന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി, ഞാൻ ഇന്ന സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളാണ് ഇപ്പൊ ആവശ്യമുള്ള, അങ്ങനത്തെ സാധനങ്ങളൊക്കെ മനസ്സിലാക്കി എന്റെ സിറ്റുവേഷനോട് മനസ്സിലാക്കി നിൽക്കാൻ ഇവൾക്കും ഓക്കെ ആയിരുന്നു. അത് ഇവളെ സൈഡിൽ നിന്ന് ഇവള് എന്താ പറയാ, ഇവിടെ തീരെ ഭയങ്കര മെച്യൂർ അല്ലെങ്കിൽ അത്യാവശ്യം മെച്യൂർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും ഡിസൈഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് രണ്ടുപേർക്കും ആ ഒരു ഇതിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ നമ്മളൊരു മെരിറ്റൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റിയത്. സ്റ്റിൽ നമ്മൾ ഒരിക്കലും എന്താ ഭയങ്കര ഐഡിയൽ കപ്പിൾസ് ഒന്നുമല്ല, നമുക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും, ഒക്കെ നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരും, അതൊക്കെ അപ്പോഴപ്പോഴും സോർട്ട് ഔട്ട് ചെയ്യാം. എപ്പോഴും ഇങ്ങനെ അല്ലെങ്കിൽ എപ്പോഴും ചക്കര വാല തേനെന്ന് പറഞ്ഞു അങ്ങനെയൊന്നും ഒരിക്കലും ഇരിക്കാൻ പറ്റില്ല. അതൊക്കെ രണ്ട് സീനുണ്ട്. അപ്പൊ ഈ സംഭവം അല്ല. അപ്പൊ നമ്മള് മനസ്സിലാക്കി, ഞാനും ഇവളും നമ്മള് രണ്ടുപേരും സ്ട്രോങ് ആയതുകൊണ്ടാണ് ഈ ഒരു മാരിറ്റൽ ലൈഫിലേക്ക് നമ്മൾ എത്തിയത്. മുമ്പോട്ടുള്ള ലൈഫിൽ ഈ ഒരു ബോണ്ട് സ്ട്രോങ് ആയിട്ട് തന്നെ കൊണ്ടുപോകും. നമുക്കിടയിൽ ഒരിക്കലും നമ്മൾ അങ്ങോട്ടോട്ട് കാര്യങ്ങൾ മറച്ചു വെക്കാനോ അതേപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളിൽ കളവ് പറയാനോ അങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാലായാലും അങ്ങോട്ടോട്ട് മിസ്അണ്ടർസ്റ്റാൻഡിങ് വരും. അപ്പൊ അതൊക്കെ മാക്സിമം ഒഴിവാക്കുക, എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ ശ്രമിക്കുക. നമ്മള് കളവ് പറഞ്ഞിട്ട് ഒരു സംഭവം ഭയങ്കര മധുരമുള്ളതാക്കി തീർത്തിട്ട് ഒരു കാര്യമില്ല. അത് നമ്മൾ സത്യം പറഞ്ഞിട്ട് കയ്പുള്ളതാണെങ്കിൽ കുറച്ച് കാലം ഇത് സെറ്റായി വരാനുള്ള ഒരു ടൈം എടുക്കുള്ളൂ. പിന്നെ നമ്മൾ കളവ് പറഞ്ഞതാണ് നമ്മൾ തിരിച്ചറിയുന്ന ഒരു സ്റ്റേജ് വരുമ്പോൾ വലിയ പൊട്ടിത്തെറുണ്ടാവും. അപ്പൊ അങ്ങനത്തെ സ്റ്റേജിലേക്കൊന്നും പോവാതിരിക്കുക, മാക്സിമം അങ്ങോട്ടോട്ട് ഓപ്പൺ അപ്പ് ആയിരിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ പിന്നെ വലിയ ഉപദേശങ്ങളൊന്നും തരാം, നമ്മൾ ഒരുപാട് കാലം ജീവിച്ചിട്ടൊന്നുമില്ല. ഇനി ഒരുപാട് കാലം ജീവിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളത് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പം ഈ ഒരു ലൈക്ക് നമ്മുടെ ഈ ലവ് സ്റ്റോറി ആർക്കെങ്കിലും ഇൻസ്പയർഡ് ആവുക അല്ലെങ്കിൽ ആർക്കും നല്ല കുറെ പാഠങ്ങൾ തരിക എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റ് കിട്ടാതിരിക്കലല്ലോ. അതെ, നമ്മള് ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞുതരാൻ പറ്റിയ. നമ്മളെ ലൈഫ് ബാക്കിയുള്ളവർക്ക്, കാരണം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ചേച്ചി ലവ് സ്റ്റോറി എന്താ. ഇപ്പൊ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും ശരി, ഇപ്പം കസിൻസ് ഫ്രണ്ട്സ് ഒരുപാട് പേര് അറിയാൻ ക്യൂരിയോസിറ്റി ആയിരുന്നു. കാരണം അധികം ഞാൻ ആരുടെ അടുത്തും അങ്ങനെ അധികം പറഞ്ഞിട്ടൊന്നുമില്ല, ഇല്ല, എന്റെ ഓർമ്മയിലില്ല. അപ്പോ ഈവൻ പാരന്റ്സിനോട് പോലും ഫുൾ ആയിട്ടുള്ള സ്റ്റോറി അറിയില്ല. അപ്പൊ നമുക്ക് ലവ് സ്റ്റോറി എന്താന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് വീഡിയോ ഇട്ടതല്ല. നമ്മള് ഭയങ്കര ലവ് സ്റ്റോറിയാണ് അങ്ങനെ ആനെന്നെ ചെയ്യും അങ്ങനെയൊന്നുമില്ല. ലവ് സ്റ്റോറി അറിയാൻ ഒരുപാട് പേര് ചോദിച്ചോണ്ട് അത് പറഞ്ഞു കൊടുക്കാൻ ഇത് ഇത്രയും ഉണ്ടല്ലോ. അതുകൊണ്ട് ഒരു ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് 2 പാർട്ടാക്കിയിട്ട് ഇതാർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വി ആർ സോ ഹാപ്പി ഫോർ ദാറ്റ്. ആൻഡ് അപ്പം നമ്മൾ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഈ സ്റ്റോറി ഇത്രയും പാർട്ടേ വരുന്നുള്ളൂ. നമ്മുടെ ജേണിയിൽ, അതായത് നമ്മുടെ ഈ മാരിറ്റൽ ലൈഫിന്റെ ഈ ഒരു ജേണിയിൽ നിങ്ങളോട് ജോയിൻ ചെയ്യുക, നമ്മുടെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടെ ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ മറ്റുള്ളവരുടെ മുഖത്തൊരു പുഞ്ചിരി നമുക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ വി ആർ സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്.
ആൻഡ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുക. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരിക്കലും നിങ്ങൾ റിഗ്രറ്റ് ചെയ്യില്ല. സോ നമ്മളെല്ലാം ഇൻക്ലൂഡ് ചെയ്യും. അഡ്വെഞ്ചറസ് കാര്യങ്ങള്, ഫുഡ് സ്പോർട്ട്, അതുപോലെ തന്നെ ഡാൻസ്, പാട്ട്, കോമഡി എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മുടെ അപ്കമിങ് വീഡിയോസിൽ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ, നമ്മുടെ ലവ് സ്റ്റോറി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും Till then, take care. Bye bye.